കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ സാറ്റർഡേ ബൈബിൾ ക്ലാസിന്റെ 165-ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ ഞാൻ സ്വാഗതം ഓതുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കൊരിന്ത്യ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. പോൾസ് ഫസ്റ്റ് എപ്പിസ്റ്റൽ ടു കൊരിന്ത്യൻസ്, അതിന്റെ 1, 2, 3 അധ്യായങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അത് കഴിഞ്ഞ ആഴ്ചയിലെ സമയക്കുറവ് കാരണം പറയാൻ കഴിയാതെ പോയി. ഇന്ന് അതിന് മറുപടി പറഞ്ഞതിന് ശേഷം നമ്മുടെ തുടർമാനമായിട്ടുള്ള പഠനത്തിലേക്ക് വരുമെന്ന് ഞാൻ ഓർപ്പിച്ചിരുന്നു. അതുപോലെ ഇന്ന് ആ ചോദ്യത്തിന് മറുപടി പറയുവാനായിട്ട് പ്രാരംഭമായിട്ടൊരു 10 മിനിറ്റ് ഞാൻ വേർതിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കൊരിന്ത്യ ലേഖന പഠനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരും. നമുക്ക് ലഭിച്ച ചോദ്യം ഇതായിരുന്നു. അതായത്, ഈ കാലഘട്ടത്തിൽ പ്രവചനമുണ്ടോ? ദാർശനികൻ ഉണ്ടോ? പ്രവചന ശുശ്രൂഷ നിലവിലുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ദർശനങ്ങൾ ദൈവം നമ്മളെ കാണിക്കാറുണ്ടോ? ആലോചനകൾ അറിയിക്കാറുണ്ടോ? പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു, ശവപ്പെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിരന്തരം പാമ്പിനെ സ്വപ്നം കാണുന്നു, പാമ്പ് വരുന്നതായിട്ട്, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുന്നതായിട്ടൊക്കെ കാണുന്നു. ഇങ്ങനെയൊക്കെ പലരും വന്ന് പറയാറുണ്ട്. അങ്ങനെ ഒന്ന് ശരിക്കും ഇന്നുണ്ടോ? അങ്ങനെ ഒരു ദർശനമോ പ്രവചനമോ ആലോചനയോ ഒക്കെ ദൈവം ഇന്ന് ആരിലൂടെയെങ്കിലും ജനത്തെ അറിയിക്കാറുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. ഞാൻ അത് ചോദിച്ച ആൾക്ക് മറുപടി കൊടുത്തുവെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മിൽ പലർക്കും അത് പ്രയോജനപ്പെടുമെന്ന് കരുതി ഒരല്പം കൂടെ വൈഡർ ഓഡിയൻസിനോട് അത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ന് അതിന് മറുപടി പറയാമെന്ന് ഓർത്തത്. ഈ ചോദ്യത്തിന് ഈ കാലഘട്ടത്തിൽ ഒരു പ്രവചന ശുശ്രൂഷ ഇല്ല. അങ്ങനെ ഒരു ദാർശനികനുമില്ല, ഒരു ദർശനവും ഈ കാലഘട്ടത്തിലില്ല. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു ആലോചന അറിയിക്കുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിലില്ല. അങ്ങനെ ഒരു ശുശ്രൂഷ ഈ കാലഘട്ടത്തിലില്ല. മാനുഷിക കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു ആലോചനകൾ പറയുവാൻ വേണ്ടി ആയിരുന്നില്ല ആക്ച്വലി പ്രവചന ശുശ്രൂഷ ദൈവം കൽപ്പിച്ച് ആക്കിയിരുന്നത്. ഒന്നാമതായിട്ട് അതിന്റെ പർപ്പസ് വേറെ ആയിരുന്നു. ഇതുപോലെ ഇന്ന് നാം ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ ഒരു ആലോചന പറയുന്ന രീതിയിലായിരുന്നില്ല പ്രവചന ശുശ്രൂഷയുടെ പർപ്പസ്. അത് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവിക ആലോചനകൾ നമ്മെ അറിയിച്ചിരുന്ന, അതായത് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരൻ എന്ന നിലയിലാണ് പ്രവചന ശുശ്രൂഷ. ദൈവത്തിനും മനുഷ്യനോട് പറയാനുള്ളത് ആ പ്രവാചകനിൽ കൂടി ലോകത്തെ അറിയിക്കുക. ആത്മീക വിഷയങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 5 മേജർ പ്രോഫറ്റ്സിനെയും 12 മൈനർ പ്രോഫറ്റ്സിനെയും, അങ്ങനെ 17 പ്രവാചകന്മാരെ ദൈവം തന്നെ കൽപ്പിച്ചാക്കിയിരുന്നു. ആ പ്രവാചകന്മാരിൽ കൂടി ഈ ദൈവിക ശബ്ദം ദൈവിക ആലോചനകൾ ലോകത്തോട് അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗ്രേസ് ഗോസ്പലിലും അതിന്റെ പ്രാരംഭ കാലങ്ങളിൽ ദൈവസഭയോട് ആലോചനകൾ അറിയിക്കുവാൻ, ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുവാൻ ദൈവസഭയിൽ ഗ്രേസ് ഗോസ്പലിന്റെ പീരീഡിലും പ്രവാചകന്മാരെ കൽപ്പിച്ചാക്കിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ശുശ്രൂഷ ഈ കാലഘട്ടത്തിലില്ല. അതാക്കിയിരുന്നതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് നിറവേറി കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷ നിന്നു പോകുവാനായിട്ടിടയായി. ഒരു വാക്യം ഞാനൊന്ന് ഫ്ലാഷ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അവിടെ പറയാണ്, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല, പ്രവചന വരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. നമ്മുടെ വിഷയം പ്രവചനമായതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. പ്രവചന വരമോ അത് നീങ്ങിപ്പോകും. ഇവിടെ ഇങ്ങനൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, എന്നാൽ അത് നീങ്ങിപ്പോകുമെന്ന് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവസഭയെ അറിയിക്കുകയാണ്. അത് കൊടുത്തിരുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് പൂർത്തിയായി കഴിയുമ്പോൾ അത് പിന്നീട് നിലനിൽക്കത്തില്ല, അത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ പർപ്പസാണ് കർത്താവിന്റെ ആലോചന, അല്ലെങ്കിൽ മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മമായിരുന്ന ദൈവസഭയുടെ ആലോചനകൾ ജനത്തെ അറിയിക്കുക. അതിനു വേണ്ടിയിട്ട് ദൈവം തന്നെ ദൈവസഭയിൽ ഒരു 5 ശുശ്രൂഷകൾ കൽപ്പിച്ചാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ വചനം കൂടെ ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പൂർണ്ണ പിക്ചർ കിട്ടും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്,
അവിടെ പറയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും നിയമിച്ചു. ഞാൻ ആ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പൊസിഷനുകൾ, അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും അതുപോലെ തന്നെ സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും, ഈ 5 ശുശ്രൂഷകൾ ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന ശുശ്രൂഷ തന്നെയാണ്. എന്നാൽ ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ആ ഒരു ശുശ്രൂഷയെ ഒരല്പം കൂടെ അടുത്ത തലത്തിലേക്ക് ദൈവം ഉയർത്തുകയും അവരിൽ കൂടി ദൈവിക ആലോചനകൾ സഭയെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ തന്നെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഞാൻ അതുകൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്യാം. എഫീഷ്യൻസ് 2:20 പറയുന്നത്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. കാര്യം ഈ സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തിയത്, അതിന് പ്രധാനമായിട്ട് പങ്ക് വഹിച്ചിരുന്നത് ദൈവം ഇവരെ ഉപയോഗിച്ചിരുന്നത്. അപ്പോസ്തലന്മാരിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും ഇത് ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് പറയുന്നത്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവരിൽ കൂടിയാണ് ഈ ദൈവിക ആലോചനകൾ ദൈവസഭയെ അറിയിച്ചത്. അതെവിടെ പറഞ്ഞിരിക്കുന്നു? 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം കൂടെ വായിച്ചാൽ അത് വളരെ വ്യക്തമാണ്. അവിടെ പറയുന്നത് കണ്ടോ, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ. ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. ഈ മർമ്മമായിരുന്നു, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അത് മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇത് മനുഷ്യർക്ക് അറിയാതിരുന്ന ഒരു ദൈവിക പദ്ധതിയായിരുന്നു നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. അതിന്റെ വ്യവസ്ഥ എന്താണെന്ന് ദൈവം പൗലോസ് അപ്പോസ്തലനോട് പ്രൈമറിലി വെളിപ്പെടുത്തിയെങ്കിലും ദൈവം സഭയിൽ 5 ഉദ്യോഗങ്ങളാക്കി വയ്ക്കുകയും അതിലെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും അത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഉപയോഗിക്കുകയും ചെയ്യുക. അവരിൽ കൂടി അത് റിവീൽഡ് ആകുക. അതാ ഞാൻ ഇപ്പൊ വായിച്ചു കേൾപ്പിച്ച ആ വാക്യം. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഗതി ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. വൈ? ബിക്കോസ് അവർ ത്രൂ ആയിട്ടാണ് ഈ കാര്യം റിവീൽഡ് ആക്കിയത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെ പണിതിരിക്കുന്നു. മനസ്സിലായോ? അതായത് ഗ്രേസ് ഗോസ്പലിന്റെ പ്രാരംഭ കാലഘട്ടങ്ങളിലും ദൈവം പ്രവാചകന്മാരെ കൽപ്പിച്ചാക്കിയിരുന്നു, പ്രവചന ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിന്റെ പർപ്പസ് ഇതായിരുന്നു, ദൈവിക മർമ്മങ്ങൾ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തുക. ആ മർമ്മം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷ നിന്നു പോകുവാനായിട്ട് ഇടയായി. അതിനുശേഷം പിന്നെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13:8 നമ്മൾ പറഞ്ഞത്, പ്രവചന ശുശ്രൂഷയോ പ്രവചന വരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നു പോകും. അത് നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് നീങ്ങിപ്പോകുവാനായിട്ട് ഇടയായി. അതിന്റെ പൂർണ്ണമായി ആ മിസ്റ്ററി റെവലേഷൻ 13 ലേഖനങ്ങൾ കൂടി പൗലോസ് അപ്പോസ്തലനോട് എഴുതി നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ അറിയിക്കാനുള്ള ദൈവിക പദ്ധതി പൂർണ്ണമായി കഴിഞ്ഞു. അത് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി, പിന്നീട് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പിന്നെ ഒരു പ്രവചന ശുശ്രൂഷയുടെ ഒരു ആവശ്യം ആക്ച്വലി ഈ ലോകത്തിൽ നമുക്കില്ല. രണ്ടാമതായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം പുറത്തെ മനുഷ്യന്റെ ആയുരാരോഗ്യ സൗഖ്യമല്ല ദൈവത്തിന്റെ പ്രയോറിറ്റി, അകത്തെ മനുഷ്യനാണ്. നമ്മുടെ പുറത്തെ മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമല്ല. ആക്ച്വലി നമ്മുടെ അകത്തെ മനുഷ്യൻ അനുദിനം ബലപ്പെടണം. പുറത്തെ മനുഷ്യന് പനി വരാൻ പോകുന്നു, അസുഖം വരാൻ പോകുന്നു, പെട്ടെന്ന് സൂക്ഷിച്ചോണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് വിഷയമേ അല്ല ഈ ഒരു കാലഘട്ടത്തിൽ. കൃപായുഗത്തിൽ നമുക്ക് പുറത്തെ മനുഷ്യന് ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടുന്നതാണ്. അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുക ചെയ്യേണ്ടത്. കഷ്ടം അനുഭവിക്കാനുള്ളൊരു വരം നമുക്ക് ലഭിക്കുന്നത് പോലെയാണ്. നമ്മൾ കൂടുതൽ കഷ്ടങ്ങൾ അകപ്പെടുന്നുണ്ട്, ദൈവനാമ നിമിത്തം നമ്മൾ ആ പ്രയാസങ്ങൾ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുക വേണ്ടുന്നത്. ഞാൻ ഒരു വാക്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ നിന്ന് കാണിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ആ വാക്യം ഇവിടെ പ്രൊജക്ട് ചെയ്യാം. ഇവിടെ പറയുന്നുണ്ടോ, ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ സകലത്തിലും, പൗലോസ് അപ്പോസ്തലൻ പറയും, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഈ കാലഘട്ടത്തിലെ ഈ കൃപായുഗത്തിലെ നമ്മുടെ ശരീരത്തിന്റെയോ നമ്മുടെ പുറത്തെ മനുഷ്യന്റെ ആയുരാരോഗ്യ സൗഖ്യവും ബ്ലെസ്സിങ്സും അനുഗ്രഹങ്ങളും കാറും വീടും ആഡംബരവും ബാങ്ക് ബാലൻസും ഒന്നും അല്ല ദൈവിക
പ്രയോറിറ്റി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനാണ് ദൈവം ഈ കാലഘട്ടത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുറത്തെ മനുഷ്യൻ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതൊന്നും നമ്മളെ അറിയിക്കേണ്ട ഒരു വലിയ വിഷയമല്ല. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നു. കണ്ടു, ഈ കഷ്ടം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ വിധിക്കപ്പെട്ടവരാ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഭാഗ്യം ലഭിച്ചവരാ. എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതുപോലെ പ്രയാസത്തിന്റെ മേലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയാണ് ദൈവമക്കൾ, ദൈവജനം ഈ കാലഘട്ടത്തിൽ. അടുത്തത് കണ്ടല്ലോ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കർത്താവിന്റെ ആ മരണം ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നു. കാര്യം യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അടുത്ത വാക്യം, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ മരണ തുല്യമായ കാര്യങ്ങൾ സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആത്മീക ജീവൻ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുക. ഇവിടെ ശുശ്രൂഷകനും ശുശ്രൂഷിക്കുന്നവരും ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുന്നവരും ഈ വിശ്വാസത്തിലായിരിക്കുന്നവരൊക്കെ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത് ഒരു വരമായിട്ടും ഈ കാലഘട്ടത്തിൽ ദൈവം ഒരു അനുഗ്രഹമായിട്ടാണ് അതിനെ കാണുന്നത്. പൗലോസ് അപ്പോസ്തലനെ നോക്കിക്കഴിഞ്ഞാൽ സഫറിങ്സ് ആൻഡ് പെർസിക്യൂഷൻസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ആൻഡ് ഡേഞ്ചർ, ഇതൊക്കെ ദൈനംദിന ജീവിതത്തിൽ താൻ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? പല തരത്തിലുള്ള കഷ്ടങ്ങൾ. നമ്മൾ ഇത് പഠിക്കാൻ പോകുന്ന വിഷയത്തിലോട്ട് വരുമ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ ആ കാര്യങ്ങൾ കൂടുതൽ റെഫറൻസുകൾ എടുത്ത് അതിനെ വിശദീകരിക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രവചന വരത്തിന്റെ ഒരു ആവശ്യമില്ല. കാര്യം സ്വർഗീയ കാര്യങ്ങൾ ജനത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നത്. ഇന്ന് അങ്ങനെ ഒരു കാര്യങ്ങളും അറിയിക്കാനില്ല. കാര്യം ഇത് പൂർണ്ണമായിട്ട് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇനിയും അപൂർണമായിട്ടൊന്നും കിടക്കുന്നില്ല ആരെയെങ്കിലും പ്രവാചകന്മാരിൽ കൂടി നമ്മളോട് പറയേണ്ടതായിട്ട്. പിന്നെ മാനുഷികമായിട്ടുള്ള ആലോചനകൾ അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിന് വേണ്ടിയിട്ടോ ദൈവം ഒരു പ്രവാചകനെ കൽപ്പിച്ചാക്കിയിട്ടില്ല. ഈ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ പ്രയോറിറ്റി നമ്മുടെ അകത്തെ മനുഷ്യനാണ്. പുറത്തെ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചു പോയി കഴിഞ്ഞാലും അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. കാര്യം ഈ പുറത്തെ മനുഷ്യൻ മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്നതാണ്. അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് നിത്യം കർത്താവിനോടൊപ്പം വസിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനിൽ കൂടിയാണ്. പുറത്തെ മനുഷ്യന് പനി വരുന്നു, അസുഖം വരുന്നു, വീഴാൻ പോകുന്നു, കാറിടിക്കാൻ പോകുന്നു, ഇതൊന്നും ദൈവം നമ്മളോട് അറിയിക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല. അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമല്ല. പേഴ്സണൽ ഗൈഡൻസിനായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നറിയാവുന്ന വേറൊരാള് ഈ കൂട്ടത്തിൽ പാരലായിട്ട് നമ്മുടെ അടുത്ത് നിപ്പുണ്ട്. 4 വിരൽ ദൂരത്തിൽ വേറൊരാൾ നിപ്പുണ്ട്. അവൻ അറിയാം ഇത് നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവന്റെ ചെപ്പടിയിൽ നിർത്താൻ പറ്റും എന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവന് പച്ചലയും കത്രികയും പോലെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ആളിന് അടിയറവ് പറയും. അയാളോട് ആലോചന ചോദിക്കാതെ പിന്നെ നമ്മൾ ഒരു കാര്യവും ചെയ്യത്തില്ല. എന്ത് കാര്യത്തിനും അവരോട് ആലോചന ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇതെല്ലാം ഈ ആലോചന പറയുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ആത്മീക അന്തരീക്ഷമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. ഒരു 4 അന്യഭാഷയൊക്കെ തലങ്ങനെയും ബലങ്ങനെയും ഒക്കെ പറയും. അതിനുശേഷം ചില ചേഷ്ടകളൊക്കെ കാണിച്ചിട്ട് ഭയങ്കര രീതിയിൽ ഇത് അവതരിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് ഞാൻ പണ്ട് ഈ വിശ്വാസത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടുമാണ് വന്നത്. അത് കാരണം ഇതിനെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ചോദ്യത്തെ ഉൾക്കൊള്ളാനും അതിന് മറുപടി പറയാനും കഴിയുന്നുണ്ട്. പ്രവചന വരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും. അത് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ജനത്തെ ഭയപ്പെടുത്താനും ഫണ്ട് റേസിങ്ങിനും, ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് അവരുടെ വീട്ടിൽ നിന്ന് പൈസ പിടുങ്ങാനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടാണ് അതിന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചുറ്റും ഈ പണി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതൊരു ദൈവിക പദ്ധതിയോ ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു ദൈവിക ശുശ്രൂഷയോ അല്ല. കാര്യം ഇന്ന് പ്രവചനത്തിൽ കൂടി ദൈവത്തിന് നമ്മളെ അറിയിക്കാൻ ഒന്നും ബാക്കിയില്ല. ഇന്ന് അറിയിക്കേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും എഴുതി ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇന്നൊരു ദർശനവുമില്ല, ഒരു ദാർശനികനുമില്ല. ഇന്ന് ദൈവവചനം പൂർണ്ണമാണ്. ഇന്ന് ഒരു വിശ്വാസി നടക്കേണ്ടുന്നത് ഒരു റെവലേറ്ററി എക്സ്പീരിയൻസിലല്ല, മറിച്ച് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. അത് എഴുതി പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുക.
നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഈ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ദൗത്യം, ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു റോൾ എന്താ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തി ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി തീർക്കുക. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നിരിക്കുക, നമ്മുടെ അകത്തെ മനുഷ്യനിലേക്ക് വന്നിരിക്കുക. അങ്ങനെ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറിയേക്കാം. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഈ പുറത്തെ മനുഷ്യൻ എന്തെങ്കിലും വ്യത്യാസം വന്നു എന്നല്ല, പുറത്തെ മനുഷ്യൻ അത് തന്നെയാണ്. അകത്തെ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനുള്ളവരെ അല്ല എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ആത്മാവ് നമ്മളെ വീണ്ടെടുപ്പിന് നാൾ വരെ മുദ്രയിട്ട് സൂക്ഷിക്കുക. ഇനി നമ്മുടെ അകത്തെ മനുഷ്യനെ അനുസരിച്ച് വേണം നമ്മുടെ പുറത്തെ മനുഷ്യൻ ജീവിക്കാൻ. അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ടല്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത്. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത്. ഒന്നും ആരും പറഞ്ഞു മനസ്സിലാക്കി തന്നതുകൊണ്ടോ അല്ലെന്നുണ്ടല്ലോ ആരെങ്കിലും നമുക്ക് ഇതുപോലെ ചില ടിപ്പുകളൊക്കെ പറഞ്ഞു തന്നതുകൊണ്ടോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. കാഴ്ചയാലേ അല്ല നമ്മൾ ജീവിക്കുന്നത്, വിശ്വാസത്താലാണ്. ആ ഒരു വിശ്വാസത്താൽ കയ്യിൽ തന്നിരിക്കുന്ന റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ഒരു റെവലേറ്ററി എക്സ്പീരിയൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു ദാർശനികനും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആലോചനകൾ നമ്മളോട് അറിയിക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഒരു പ്രവചന ശുശ്രൂഷ എന്ന് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിന് എതിരാണ്. ദൈവവചനം പൂർണ്ണമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ചിലരൊക്കെ ഈ വിഷയം പറയുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു വലിയ ഗ്രൂപ്പുകൾ വിശ്വസിക്കുന്നത് തന്നെ ഈ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 13-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ ആ വചനം ഒന്ന് കാണിച്ചോട്ടെ. അത് നിന്നു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവിലാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും. കേട്ടോ, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും എന്ന് പറയുന്നത് ഈ കാര്യം നടക്കാൻ പോകുന്നത് കർത്താവിന്റെ വരവിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതൊരു ശുദ്ധ പോഷത്വം. ആ ബൈബിൾ താപ്പോട്ട് ഒരു 2-3 ലൈനൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇവരിങ്ങനെ പറയാൻ കാര്യം, ഈ വാദം ഉന്നയിക്കുന്നവർ ഇങ്ങനെ പറയാൻ കാര്യം, ഇവർക്ക് കർത്താവിന്റെ വരവ് വരെ ഈ അന്യഭാഷയും പറഞ്ഞ് ഈ പ്രവചനവും പറഞ്ഞ് മനുഷ്യരെ അവരെന്തോ ഭയങ്കര ഒരു ഹയർ ലെവലിലുള്ള ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കണം. അവരുടെ ആ ഒരു പറയുന്നതാണ് കറക്റ്റ് എന്ന് ജനത്തെ വിശ്വസിപ്പിക്കണം. പ്രവചന വരവുണ്ട്, കർത്താവിന്റെ വരവ് വരെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പ്രവചനമൊക്കെ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിച്ച് കാശും മേടിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ അവരുടെ വരുതിയിൽ പറഞ്ഞു നിർത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ ഈ വാക്യത്തിന്റെ താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എല്ലാം പറയുന്നത് ഒരു പൂർണ്ണമാകാത്ത കാര്യത്തെക്കുറിച്ചാണ്. അത് പൂർണ്ണമായി കഴിയുമ്പോൾ നിന്നു പോകും. ഈ കൊരിന്ത്യ ലേഖനമൊക്കെ എഴുതുന്ന സമയത്തും ഈ കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിക്കുന്ന കാലത്ത് ഈ 13 ലേഖനങ്ങൾ പൂർണ്ണമല്ല, ദൈവിക പദ്ധതി പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. ആ 13 ലേഖനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ അത് അതുപോലെ നിന്നു പോകും, അത് നീങ്ങിപ്പോകും. അതിന്റെ ആവശ്യം പിന്നെ ഇല്ല. ഇവിടെ അങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇതാണ്. ഈ വാക്യത്തിൽ ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഈ ഒരൊറ്റ വാക്യത്തിലാണ് കടിച്ചു ഞാലുന്നത്. ഇവിടെ ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്ന് പറയുന്നത്, കണ്ണാടി എന്ന് പറയുന്ന ഒരു സംഗതി അന്നില്ല. നമ്മൾ ഈ കാണുന്ന മാതിരിയുള്ള മുഖം നോക്കുന്ന ആ ഒരു മിറർ എന്ന് പറയുന്ന ഒരു സംഗതി ഈ കൊരിന്ത്യ ലേഖനമോ ഈ ബൈബിളോ ഒന്ന് എഴുതുന്ന കാലത്ത് ആ ഗ്ലാസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറന്മുള കണ്ണാടി മാതിരി ഒരു അലോയി, അതിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശ രൂപം കാണാം, നമ്മൾ വ്യക്തമായിട്ട് തെളിയത്തില്ല. അതാ ഇവിടെ ഈ പറയുന്നത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. ഏകദേശം ഒരു രൂപം, ഒരു ഛായ നമുക്ക് കിട്ടും. അപ്പോൾ മുഖാമുഖമായി കാണും. ഇത് പറയാൻ ഉദ്ദേശിച്ച് പോൾ പറയുന്നത് പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിയുമ്പോൾ ദൈവിക പദ്ധതി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അത് ഇതിന്റെ മേലെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കണ്ടില്ലേ, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഈ കാലഘട്ടങ്ങളിൽ സഭയിൽ, അതായത് ആ കാലഘട്ടങ്ങളിൽ സഭയിൽ
പൗലോസ് അപ്പോസ്തലനും കൂടെയും മറ്റ് പ്രവാചകന്മാരിൽ കൂടി മറ്റ് അപ്പോസ്തലന്മാരിൽ കൂടി മറ്റ് ശുശ്രൂഷകന്മാരിൽ കൂടി അന്യഭാഷയിൽ കൂടി തന്നെയാണ് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവിക പദ്ധതി ദൈവസഭയ്ക്ക് വെളിപ്പെടുക. എന്നാൽ അത് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവർക്ക് ലഭിക്കുക, അല്പമായിട്ട് അതിൽ അവർ സന്തോഷിക്കുക. ദൈവിക പദ്ധതി 13 ലേഖനങ്ങളിൽ കൂടി മുഴുവനും എഴുതി തന്നിരിക്കുന്ന ഒറ്റ സഭായോഗത്തിൽ പറയാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുക അല്ല, അത് പൂർണ്ണമാകുന്നത് വരെ അവർക്ക് അംശമായി ലഭിച്ചുകൊണ്ടിരിക്കുക. അതാ പറയുന്ന അടുത്ത വാക്യത്തിൽ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. എനിക്ക് അന്ന് അത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. അന്ന് അത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. എന്നാൽ പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇന്ന് ഞാനൊരു പൂർണ്ണ മനുഷ്യനാണ്. ഇന്ന് ഞാനൊരു ശിശുവിനെ പോലെ കുപ്പിപ്പാൽ കുടിച്ചിരിക്കേണ്ട സമയമല്ല, അല്ലെങ്കിൽ അതുപോലുള്ള അറിവല്ല എനിക്കുള്ളത്. ഞാൻ പൂർണ്ണ മനുഷ്യനായി കഴിഞ്ഞു എന്ന് പറയുക. അതേ ഉദാഹരണം തന്നെയാണ് അടുത്തതായിട്ടും പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. വളരെ വേഗമായിട്ടാണ് നമ്മുടെ ഈ കണ്ണാടിയിൽ നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ മുഖാമുഖമായിട്ട് കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കാണും. ഇപ്പോൾ ഞാൻ അംശമായിട്ട് അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. മനസ്സിലായോ? ഇത് അന്ന് അറിയേണ്ടതുപോലെ ഞാൻ അറിയും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അത് മാറിപ്പോകുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. സ്നേഹമോ ഒരു നാൾ മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നു പോകും. ഇവിടെ ഇത് നിന്നു പോയിട്ടില്ല, ഇതിപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ പലരുടെയും അടുത്ത് ചെന്നിട്ട് ഇതുപോലുള്ള ദർശനങ്ങൾ കിട്ടിയെന്ന് പറയുകയും വീട്ടിൽ നിന്ന് ശവപ്പെട്ടി ഇറങ്ങി പോകുന്നത് കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പേടിപ്പിക്കുന്നത് അവര് അതിനൊരു ആദായ മാർഗമാക്കി എടുത്തിരിക്കുക. അവരുടെ ഒരു വലിയ അധികാരം നിങ്ങളുടെ മേൽ സ്ഥാപിക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാതെ പിന്നെ ഒരു കാര്യത്തിനും പോകത്തില്ല. സാത്താൻ അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു ശുശ്രൂഷയെ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. അതിനെ ഞാൻ അടിവരയിട്ട് ബൈബിളിന്റെ വെളിച്ചത്തിൽ അതിനെ ഉറപ്പിച്ചു പറയാം. ഒരു ദർശനവും ഇല്ല, ഒരു ദാർശനികനും ഈ കാലഘട്ടത്തിലില്ല, ഒരാലോചനയും ആരിൽ ത്രൂ ആയിട്ട് നമ്മളെ അറിയിക്കുന്നില്ല. ഇന്നത്തെ ആലോചന മുഴുവനും ലഭിക്കുന്ന തിരുവചനത്തിൽ കൂടെ. ഇത് പൂർണ്ണമാണ്. ഇത് വായിക്കുക. ഇതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതും നമ്മളോട് ആലോചന അറിയിക്കേണ്ട കാര്യങ്ങളും തിരുവചനത്തിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കും. ആ ഭാഗങ്ങളും അതേ കാര്യങ്ങളും റിപ്പീറ്റഡ്ലി നമ്മളോട് സംസാരിക്കും. അത് മനസ്സിലാകുമ്പോൾ അത് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുക. ഇവിടെ ഒരു ദാർശനികനുമില്ല, ഒരു ദർശനവും ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം ആ വിഷയം അവിടെ നിർത്തുകയാണ്. നമുക്ക് മടങ്ങി വരാം, കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു നിർത്തിയത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയമാണ്. ഈ പ്രവചനപരത്തെക്കുറിച്ച് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരമുണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള സാവകാശമുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയതിന്റെ ബാക്കിയായിട്ട് നമ്മൾ കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് വരികയാണ്. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിന്റെ ന്യായവിസ്താര സഭ. ഇത് പറയുമ്പോൾ ഇത് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് അല്ല, വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. അതായത് ഒരു വെള്ള സിംഹാസനം നമ്മുടെ മുന്നിൽ വിരിക്കും. ആ ഒരു വെള്ള സിംഹാസനമല്ല ഈ പറയുന്ന ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ. മെയിനായിട്ട് 3 ന്യായവിസ്താരങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ ഈ കാലഘട്ടത്തിലെ ദൈവജനം, ദൈവസഭ ചേർക്കപ്പെട്ട് വാനമേഘങ്ങളിൽ ചേർത്ത് കഴിയുമ്പോൾ ദൈവം നമ്മൾ ചെല്ലുന്നത് ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലേക്കാണ്, യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയിലേക്കാണ്. അവിടെ നിന്ന് നാം ചെയ്ത പ്രവർത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിച്ച് അവിടെ ആരാ ഉള്ളത്? വിശുദ്ധന്മാര് മാത്രമാണ്. കാര്യം ചേർക്കപ്പെടുന്നത് വിശുദ്ധന്മാര് മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധന്മാരുടെ ന്യായവിസ്താര സഭയെന്നും അതിനെ പറയാം. അതാണ് യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ. അവിടെ നമ്മളെ കുറ്റം വിധിച്ച് നരകത്തിലേക്ക് തള്ളുന്ന സ്ഥലമല്ല, മറിച്ച് നാം ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ്. നാം കർത്താവിന് വേണ്ടി ഇവിടെ അധ്വാനിച്ചതിനൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ്. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് അല്ല, ഇത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണ്. എന്നാൽ ഇത് കഴിയുമ്പോൾ വേറൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, അതാണ് തേജസിന്റെ സിംഹാസനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ഫെമിലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തേജസിന്റെ സിംഹാസനം, അതായത് ഈ നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ 7 വർഷത്തെ പീഡനകാലം ഉണ്ടാകും. അതിനുശേഷം കർത്താവ് രാജാതിരാജാവായിട്ട് ഈ ലോകത്തിലേക്ക് വരും. ആ സമയത്തെ ഈ ലോകത്തിൽ ദൈവം ഒരു സിംഹാസനം വിരിക്കും. അതാണ് തേജസിന്റെ സിംഹാസനം. ഇതിനെക്കുറിച്ചാണ് യൂദായുടെ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തിലൊക്കെ യൂദായ്ക്ക് ഒരു ലേഖനമേ ഉള്ളൂ, ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ. Let me project that verses. യൂദ 24. യൂദ അപ്പോസ്തലൻ പറയുന്ന ഒരു കൺക്ലൂഷനാണ്.
തന്റെ ആ ലേഖനം പറഞ്ഞു നിർത്തുക. അവിടെ പറയുന്ന ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം, അതുകൊണ്ട് ഞാനത് പ്രൊജക്ട് ചെയ്യുന്നത്. വീഴാതെ വണ്ണം. കണ്ടോ, നിങ്ങൾ വീണു പോകാൻ ഒത്തിരി ചാൻസ് ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോകുന്നത്. 7 വർഷമാണ് സാത്താൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. ആരെ വിഴുങ്ങണ്ടെന്ന് കരുതി അലർന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. യഹൂദനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തേക്കുക. കാര്യം അവരാ ദൈവജനം, അവരിൽ കൂടി കിങ്ഡം ഗോസ്പൽ, കിങ്ഡം പദ്ധതി സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. അവരതിലോട്ട് കടക്കാൻ പോവുക. അതുകൊണ്ട് അത് വീണു പോകാൻ വളരെ ചാൻസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തരുത് എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ടെംപ്ടേഷനുകളും ടെസ്റ്റുകളും അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വീണു പോകരുത്. ആ സമയത്ത് വീണാൽ പിന്നെ അവരെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ, ഈ മഹിമാസന്നിധിയാണ് കർത്താവ് മഹത്വത്തിന്റെ മഹിമയിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. രാജാതി രാജാവായിട്ട് ഇവിടെ വാഴാൻ പോവുക. ഇവിടെ ഒരു മഹത്വത്തിന്റെ സിംഹാസനത്തിൽ കർത്താവ് നിൽക്കുക. ആ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി, കുറ്റമില്ലാത്തവരായി, ആനന്ദത്തോട് സന്തോഷത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവന്. മനസ്സിലായോ? യൂദ അപ്പോസ്തലനൊക്കെ പറയുന്നത് അവരുടെ കാഴ്ചപ്പാട് അതായിരുന്നു. അവർ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ആ തേജസ്സിന്റെ സിംഹാസനമാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് ആ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിയുന്ന ഈ സിംഹാസനത്തെ കുറിച്ച് അടുത്ത പുസ്തകങ്ങൾ റെവലേഷൻ 20 പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള ചില വാക്യങ്ങൾ കൂടെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു പൂർണ്ണ പിക്ചർ കിട്ടും. അവിടെ പറയുന്നത് കണ്ടോ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. അവിടെ പറയാം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. കണ്ടോ, ആ ഒരു ട്രിബുലേഷൻ സെയിൻസ്, ആ പീഡന കാലത്തിൽ കൂടി കടന്നു പോകുന്ന തല ഛേദിക്കപ്പെട്ടവരും രക്തസാക്ഷികളായി മാറുന്നവരും എല്ലാവരും ഇവിടെയാണ് എഴുന്നേറ്റ് വരുന്നത്. അവരുടെ ആത്മാക്കളെയും ഞാൻ അവിടെ കണ്ടു എന്ന് പറയുക. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. ഇതൊരു സിംഹാസനമാണ്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. 1-ാമത്തെ വാക്യം തുടങ്ങുന്നുണ്ടോ, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഇതാണ് തേജസ്സിന്റെ സിംഹാസനം. ഇതൊന്നും ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് അല്ല. അടുത്ത വാക്യം കണ്ടില്ലയോ, 20:4-5 മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. അതായത് ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. കായിൻ മുതൽ ആദം മുതൽ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരാരും മരിച്ചവരിൽ ശേഷമുള്ളവർ, അതായത് ഈ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരാ. ബാക്കിയുള്ളവരാരും 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. അവരാരും എഴുന്നേറ്റ് വന്നിട്ടില്ല, ജീവനോട് തിരിച്ചു വന്നിട്ടില്ല. അവരെല്ലാം അതിനുശേഷം വെള്ളസിംഹാസനത്തിൽ എഴുന്നേറ്റ് വരും. ഇവിടെ വന്നിട്ടില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. ഇവിടാണ് ആദ്യത്തെ പുനരുദ്ധാനം നടക്കുന്നത്. മരിച്ചു പോയവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് 1-ാമത്തെ പുനരുദ്ധാനം. അവരോട് പറഞ്ഞിരിക്കുന്ന പുനരുദ്ധാനത്തിന്റെ 1-ാമത്തെ പുനരുദ്ധാനം ഇതാണ് മാർത്തയും മറിയയും ഒക്കെ പറഞ്ഞിരുന്നത്. മാർത്ത കർത്താവിനോട് പറയുന്നത്, ലാസർ ഉയർക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നത് ഈ പുനരുദ്ധാനം. ക്രൂശിൽ കടന്ന കള്ളൻ കർത്താവിനോട് പറയുന്നത്, ഈ പുനരുദ്ധാനത്തിൽ എന്നെ കൂടെ ഓർക്കണമേ എന്നാ പറഞ്ഞത്. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നവൻ ഭയങ്കര ഭാഗ്യവാന്മാരാ, അവർ വിശുദ്ധന്മാരാ. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അതായത് ഇനിയും ഇവരെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിൽ നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇവർ ഓൾറെഡി ത്രൂ ആയി കഴിഞ്ഞു. ഇവർ ഇതിനു ശേഷം നേരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം അവർ നിത്യ സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ സ്വർഗീയ ഭവനത്തിലേക്ക് കടക്കുക. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. 1000 ആണ്ട് അവർ കർത്താവിനോടുകൂടി ഈ ലോകത്തിൽ വാഴും. മരിച്ചുപോയ വിശുദ്ധന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുക. ഞാനിവിടെ 3 ന്യായാസനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ജഡ്ജ്മെന്റ് സീറ്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് നമുക്കുള്ളതാണ്. അത് നമ്മളെ നരകത്തിലേക്ക് തള്ളുന്നതല്ല, നാം ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം തരുന്നതാണ്. മനസ്സിലായോ? നാം സ്വർഗത്തിലേക്ക് ചെല്ലുകയും നമ്മുടെ പേര് വിളിച്ച് പ്രതിഫലം തന്നിടുവാൻ, യേശുരാജൻ വന്നിടുവാൻ എന്നൊക്കെയുള്ള പാട്ട് പറയുന്നത് പോലെ നമ്മുടെ പേര് വിളിച്ച് നാം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം തരുന്ന ഒരു സ്ഥലമാണ് ഈ സിംഹാസനം എന്ന് പറയുന്നത്, വിശുദ്ധന്മാരുടെ ന്യായവിസ്താര സഭ. എന്നാൽ ഈ തേജസ്സിന്റെ സിംഹാസനം എന്ന് പറയുന്നത് കിങ്ഡം ഗോസ്പലിനോടുള്ള ബന്ധത്തിൽ, കിങ്ഡം ഉപദേശത്തിൽ ഉള്ളതാണ്. അതായത് എന്താ പറയുന്നത്, സ്വർഗരാജ്യം അല്ലെങ്കിൽ അവർ കടക്കാൻ പോകുന്ന യഹൂദന്റെ പദ്ധതി, ലോകത്തെ വീണ്ടെടുത്ത് ലോകത്തിൽ വാഴുന്ന ആ ഒരു പദ്ധതി,
അതിൽ മരിച്ചുപോയ വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ പ്രവർത്തികൾക്ക് അനുസരിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കുകയും 1000 ആണ്ട് കർത്താവിനോടൊപ്പം വാഴുകയും അതിനുശേഷം നിത്യസ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന. എന്നാൽ ആ 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം ഒരു ന്യായവിധിയോടുണ്ട്. അതിനെയാണ് വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി എന്ന് പറയുന്നത്. ആ വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധിയിൽ 1000 ആണ്ടിൽ കൂടി കടന്നുപോയ ആൾക്കാർ മുഴുവനും, അതുപോലെ തന്നെ ആദമിന്റെ കാലം മുതൽ മരിച്ചുപോയ ദുഷ്ടന്മാരെല്ലാവരും എഴുന്നേറ്റ് വരികയും അവരുടെ വിധിന്യായം അവർ വായിച്ചു കേൾക്കുകയും അവരെ നിത്യ സ്വർഗത്തിലേക്കും നിത്യ നരകത്തിലേക്കും തള്ളുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളത് ക്ലിയർ ആയി കൺഫ്യൂഷൻ ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മള് ഈ രണ്ടാമത് പറഞ്ഞ ആ തേജസ്സിന്റെ സിംഹാസനത്തിലും വരത്തില്ല, വെള്ള സിംഹാസനത്തിലും നമ്മൾ വരത്തില്ല. കാര്യം നമ്മൾ അതിന് മുമ്പേ ഇവിടുന്ന് ചേർക്കപ്പെടും. നമ്മൾ ചെല്ലുന്നത് കർത്താവിന്റെ സന്നിധിയിലേക്കാണ്. നമുക്ക് അവിടെ നമ്മുടെ പ്രവർത്തികളുടെ പ്രതിഫലം സ്വീകരിച്ച് നാം നിത്യം സ്വർഗത്തിൽ വാഴുക. അതപ്പോൾ പറയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, എനിക്ക് ലഭിക്കാൻ പോകുന്ന നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ ലെയറുകളായിട്ട് ദൈവിക തേജസ് ദൈവം നമ്മളെ അണിയിക്കാൻ പോവുക. നാം ഇവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും നമുക്ക് പ്രതിഫലമുള്ളതാണ്. ആ പ്രതിഫലം സ്വീകരിച്ച് സ്വർഗത്തിൽ കർത്താവ് നമ്മളെ ആക്കുന്ന പദവിയിൽ കർത്താവിനോടൊപ്പം അവിടെ ആയിരിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ ഇവയെ കൊണ്ടൊക്കെ പണിത് കഴിഞ്ഞാൽ ആ പ്രവൃത്തി, ഓരോരുത്തരുടെയും പ്രവൃത്തി അന്ന് വെളിപ്പെട്ടു വരും. ഒരുത്തന്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വിഷയം പഠിക്കുവാനായിട്ടിടയായി. ഇവിടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളൊരു വലിയ സത്യം ഞാൻ ഒന്നുകൂടെ ഇവിടുന്ന് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഇടക്കാലങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷയത്തെ സംഭവം ചില നേതാക്കന്മാർ വളച്ചൊടിച്ച് അതിനെ ഒരു തെറ്റായ പഠിപ്പിക്കലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് പ്രവൃത്തികളൊന്നും ചെയ്യണ്ട, പ്രവൃത്തികളുടെ ആവശ്യമില്ല, പ്രവൃത്തികൾ ചെയ്താൽ എന്തോ നമ്മൾ തെറ്റായ ഒരു മാർഗത്തിലേക്ക് പോകുന്നു എന്നൊരു ഭീതി ജനത്തിനുണ്ടാകുന്ന രീതിയിൽ എങ്ങനെയും ജീവിക്കാം, ഏത് രീതിയിലും പോകാം, പ്രവൃത്തികളുടെ ഒന്നും ആവശ്യമില്ല എന്നൊരു പഠിപ്പിക്കൽ ഈവൻ ഗ്രേസ് ഗോസ്പലിൽ തന്നെ ക്രീപ്പിൻ ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്ത് കാരണത്താലാണ് പ്രവർത്തികൾ ചെയ്യണ്ട എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ രക്ഷയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ രക്ഷയുമായിട്ട് നിങ്ങളുടെ പ്രവൃത്തിയെ കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങളുടെ രക്ഷയും പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ഒരു പ്രവൃത്തിയാലും അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ കൃപയാൽ വിശ്വാസം മൂലമാണ്. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണീയ പ്രവൃത്തിയിലെ വിശ്വാസം, ആ കർത്താവിന്റെ നീതി ആ വിശ്വാസത്താൽ നമ്മിലേക്ക് വന്നിരിക്കുക. ഇംപ്യൂട്ടഡ് റൈച്ചിയസ്നെസ്. കർത്താവ് പിതാവായ ദൈവം നമ്മളെ കാണുമ്പോൾ കർത്താവിന്റെ കാൽവറി ക്രൂശിലൂടെയാണ് നമ്മളെ കാണുന്നത്. ആ കർത്താവിന്റെ നീതി നമ്മുടെ നീതിയായിട്ട് തീർന്നിരിക്കുക. ആ നീതി നമ്മുടെ നീതിയായി കണക്കിട്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അത് ഇംപ്യൂട്ട് ചെയ്തിരിക്കുക നമ്മിലേക്ക്. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രവൃത്തിയും നമ്മുടെ രക്ഷയ്ക്ക് കാരണമല്ല. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടമാകത്തില്ല എന്ന് പറയുന്നത്. ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയും പരിശുദ്ധ ആത്മാവിൽ ആ അന്ത്യം വരെ മുദ്രയിട്ടിരിക്കുകയുമാണ്. എൻ്റെ കൂടെ എന്നെ ഈ ശ്രദ്ധിക്കുന്ന മുഴുവനും പേരും ആ രീതിയിൽ ആഴമായിട്ട് വിശ്വസിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയും ആയിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ക്രമീകരണം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. നിങ്ങളുടെ രക്ഷ നഷ്ടമാകത്തില്ല. ആ രക്ഷയും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് രണ്ട് സബ്ജക്റ്റാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലേക്ക് ചെല്ലുന്നത്. നമ്മൾ സ്വർഗത്തിൽ വാഴാൻ പോകുന്നത് 7 വർഷത്തേക്കല്ല, അല്ലെങ്കിൽ 1000 വർഷത്തേക്കല്ല. നമ്മൾ യുഗവും നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോവുക. മിഖായേലും ഗബ്രിയേലിനെ ഒക്കെ സൃഷ്ടിച്ചത് കാലം മുതൽ അവർ ജീവിക്കുന്ന പോലെ നാം നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോവുകയാണ്. ആ സ്വർഗത്തിൽ വസിക്കാൻ പോകുന്ന നമുക്ക് നിത്യമാണ്. അത് എന്നേക്കുമായിട്ട് നമ്മൾ അവിടെ വസിക്കാൻ പോകുമ്പോൾ നാം ഏത് രീതിയിൽ, നമ്മൾ ഏത് പൊസിഷനിൽ അവിടെ ആയിരിക്കണം, എങ്ങനെ നമ്മൾ അവിടെ ആയിരിക്കണം, നമ്മൾ ഏത് നിലയിൽ, ഏത് ഉത്തരവാദിത്വത്തിൽ ദൈവം ആക്കാൻ പോകുന്നു, അതെല്ലാം നാം ചെയ്യുന്ന പ്രവർത്തികളുടെയും നമ്മുടെ വിശ്വസ്ത സേവനത്തിന്റെയും ബേസിസിലാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. അതാണ് ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് അതാ. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, അത് തീയിൽ കൂടി ശോധന ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തിളങ്ങി നിൽക്കും. അത് തിളങ്ങി നിൽക്കും, മുത്തുമണി പോലെ തിളങ്ങി നിൽക്കും. അതിനെല്ലാം നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ്.
എന്നാൽ മരം, പുല്ല്, വൈക്കോൽ ഇത് തീ കണ്ടു കഴിഞ്ഞാൽ അന്നേരമേ ആളി കത്തി ചാമ്പലായി ചാരമായി പോകും, ഒന്നും ബാക്കി കാണത്തില്ല. ഓരോരുത്തരുടെയും പ്രവർത്തികൾക്ക് പ്രതിഫലം തരുന്ന കാര്യമാണ് കർത്താവ് അവിടെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ ആ പഠനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തന്നത്. നാം പ്രവൃത്തി ചെയ്യുന്നത് രക്ഷിക്കപ്പെടാനല്ല. ചിലരൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, സൽപ്രവൃത്തി, അങ്ങനെ എന്തിനാ പ്രവൃത്തി ചെയ്യുന്നത്? പ്രവൃത്തി ഇല്ലാതല്ലേ നമുക്ക് രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കൃപയാലല്ലേ നമുക്ക് രക്ഷ, പിന്നെ എന്തിനാണ് പ്രവൃത്തി ചെയ്യുന്നത്? എൻ്റെ പൊന്നു സഹോദര, എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ആ പ്രവൃത്തി ചെയ്യുന്നത്. നിങ്ങളുടെ രക്ഷ ഓൾറെഡി എ ഡൺ ഡീലാണ്. ഇറ്റ് ഈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. അവിടെ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞു. പ്രവൃത്തി ചെയ്യുന്നത് നാം സ്വർഗത്തിൽ എങ്ങനെയായിരിക്കാൻ പോകുന്നു, ഏത് അവസ്ഥയിൽ ദൈവം നമ്മളെ മാനിക്കാൻ പോകുന്നു. കൊരിന്ത്യർ ലേഖനം, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം ഞാനത് പ്രൊജക്ട് ചെയ്യാം, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം അവിടെ പറയുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇവിടെ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുമെന്ന് മാത്രമല്ല, ലഭിക്കണം. നമ്മൾ മടിയന്മാരായിട്ട്, ഉഴപ്പന്മാരായിട്ട് ഒന്നും ചെയ്യാതെ, സൽപ്രവൃത്തികൾ ചെയ്യാതെ നടക്കുവാൻ വേണ്ടിയിട്ടല്ല, നാം ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് പറയുക. നമ്മളെ അതിനുവേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാം. നമുക്ക് അതിന് പ്രതിഫലം തരുന്ന സ്ഥലമായത്. അവിടെ ആർക്കും ഒരു പ്രതിഫലമില്ല. ഞങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യണ്ട എന്നാ മനസ്സിലാക്കിയെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മടിയന്മാരാണ്, നിങ്ങൾ കള്ളന്മാരാണ്. ഇവിടെ പറയുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. നല്ല പ്രവർത്തികൾ ചെയ്യണോ വേണ്ടായോ നിങ്ങൾ തീരുമാനിക്കുക. നല്ല പ്രവൃത്തി ചെയ്തു പോയി, എന്തോ അബദ്ധം പറ്റിപ്പോയ മാതിരി ആൾക്കാർ പറയുന്നു. അതിനിപ്പോ എന്ത് ചെയ്യും? പത്രോസിന്റെ സുവിശേഷത്തിലായിപ്പോയോ? എവിടുന്ന് കൊണ്ടുവരുന്നു എന്നറിയത്തില്ല ഈ ഐഡിയകളൊക്കെ. പത്രോസിന്റെ സുവിശേഷത്തിലെ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്, നല്ല സൽപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നമായി പോകുമെന്ന് പറഞ്ഞിട്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ കണ്ടില്ലയോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകും. ഇവിടെ നിങ്ങളുടെ റോൾ 0യാണ്. ദൈവത്തിന്റെ ദാനമാണ്. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. ഒരു മനുഷ്യർ പോലും അതിൽ പ്രശംസിക്കാതിരിക്കാൻ ഒരുത്തരുടെയും പ്രവൃത്തിയാണ് അതിൽ കാരണമല്ല. ഇത് രക്ഷയെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് കണ്ടോ, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. സൽപ്രവൃത്തികൾ ചെയ്യണോ വേണ്ടായോ? ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാന്നാ മനസ്സിലാകുന്നത്. ഇത് സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാ. നാം രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത്. നാം രക്ഷപ്പെട്ടതിന്റെ അതിന്റെ ഒരു അനുഭവമാണ്. അല്ലാതെ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടുകയല്ല, നേരെ ഓപ്പോസിറ്റാണ്. നാം രക്ഷിക്കപ്പെട്ടതിനാൽ നമ്മിൽ നിന്ന് ഉളവാകുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റാണ് ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം കണ്ടോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം അവിടെ പറയാ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. എന്ത് ക്ലിയർ ഒന്ന് നോക്കിയേ. വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. നാം ഇവിടെ സൽപ്രവർത്തികൾ ചെയ്യണോ വേണ്ടായോ? അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പത്രോസിന്റെ സുവിശേഷത്തിലായി പോകുമോ? എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇതിനെല്ലാം നമുക്ക് പ്രതിഫലമുള്ളതാണ്. ഇതാണ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിന്റെ പർപ്പസ്. പൊന്ന് വെള്ളി വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, നമ്മുടെ പ്രവൃത്തിയുടെ 2 ഗ്രൂപ്പുകളാണ്. അവിടെ പ്രവൃത്തി ഇല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരം, പുല്ല്, വൈക്കോൽ കത്തിപ്പോകുന്ന പോലെ മുഴുവൻ കത്തിപ്പോവും. ലജ്ജിതനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് പറയാൻ കാര്യം അതാണ്. ഇതിന്റെ തന്നെ 3-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ കണ്ടോ? ഇവിടെ പറയുക, ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. തീത്തോസിനോട് പറഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്കാക്കുക ചർച്ച്. അവിടെ പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്താ പഠിപ്പിക്കുന്നത്? ഫോളോയിങ് എപ്പിസ്റ്റൽസ് കൂടി എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? കൊലോസി ലേഖനം 3-ാം അധ്യായം
അതിന്റെ ഒരു വാക്യോടെ കാണിച്ച് ഞാൻ ഇത് നിർത്താം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്ക് എന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിപ്പീൻ. നിങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ചെയ്യുന്നതുമാരല്ല, കർത്താവിന് ചെയ്യുന്നത് പോലെ മനസ്സോട് ഓരോ കാര്യങ്ങളും ചെയ്യണം. ഒരു 100 റെഫറൻസുകൾ ഞാൻ എടുത്ത് കാണിക്കാം. നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കണം. പ്രവൃത്തികൾ കർത്താവിന് കൊള്ളാവുന്ന പ്രവൃത്തികൾ ചെയ്യണം. നമ്മുടെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ വേണ്ടുന്നതൊക്കെ ചെയ്യണം. ഇന്നതിന്നത് ചെയ്യണം, ഇന്നതിന്നത് ചെയ്യരുത്. അതൊന്നും രക്ഷയ്ക്കല്ല. രക്ഷ കഴിഞ്ഞു. ആ വിഷയം, ആ ചാപ്റ്റർ ക്ലോസ് ആയി. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ചുമ്മാതെ വെറുതെ അവിടെ പോയിട്ട് ഒരു പ്ലെയിൻ വിശ്വാസിയായിട്ട് മാത്രം നിന്നാൽ മതി. ഈ സാത്താനുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ഒന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. നമ്മളെ എത്രമാത്രം ദൈവിക പദ്ധതിയിൽ നിന്നും ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്നും ഒതുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഓരോരുത്തരിൽ കൂടെ ഇടപെട്ടുകൊണ്ടിരിക്കും. അതിനെ മുന്നമേ മനസ്സിലാക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. പൊന്ന് വെള്ളി വിലയേറിയ കല്ല്. ഈ പറയുന്നത് പൊന്നെന്ന് പറയുന്നത് പത്യോപദേശമാണ്. എന്റെ അഭിപ്രായമാണ്. ഞാനത് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് ഒന്ന് പറഞ്ഞു തരിക. പൊന്നെന്ന് പറഞ്ഞാൽ പത്യോപദേശമാണ്. പത്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം. ഉപദേശത്തെ, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക, പത്യോപദേശം. വെള്ളി എന്ന് പറയുന്നത് വിശ്വസ്ത സേവനമാണ്. അന്ത്യം വരെ വിശ്വസ്തനായിട്ട്, മരണപര്യന്തം വിശ്വസ്തനായിട്ട് കർത്താവിനെ സേവിക്കുക. വിലയേറിയ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷകളാണ്, വേലകളാണ്, അധ്വാനമാണ്. പരിശുദ്ധി ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വേലകളാണ്. ആ പൊന്ന് വെള്ളി വിലയേറിയ കല്ല്. ഈ നടക്കുന്നതിനെല്ലാം നമുക്ക് പ്രതിഫലമുള്ളത്. മരം, പുല്ല്, വൈക്കോൽ. മരം എന്ന് പറയുന്നത് മാനുഷിക ജ്ഞാനം അല്ലെങ്കിൽ മാനുഷിക പദവി, മനുഷ്യന്റെ അറിവ്, ഫിലോസഫി. പല രീതിയിൽ പ്രസംഗിച്ചൊക്കെ ആൾക്കാരെ കൂട്ടാനും ഭയങ്കര ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിക്കാൻ അറിയുക. വചനവുമായിട്ട് അതിനൊരു ബന്ധമില്ല. പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ട്രഡീഷൻ, നമ്മുടെ മതപരമായ പാരമ്പര്യം. ഞങ്ങൾ അങ്ങ് പണ്ടങ്ങനെ അപ്പച്ചനപ്പൂപ്പന്മാര് മുതലേ ഞങ്ങൾ ഇങ്ങനാണ്, ഞങ്ങളൊക്കെ തോമാസ്ലിയ മുതലേ ഇങ്ങനാണ്. നിങ്ങളുടെ പാരമ്പര്യം കത്തിപ്പോവും. വൈക്കോൽ, ഫ്രഷ് ഐഡിയാസ്. ഒത്തിരി പുതിയ പുതിയ ഐഡിയകൾ നമുക്ക് കാണാം. ഓരോരുത്തരെ ഇറക്കുന്നത് ചർച്ചിൽ പല ഐഡിയകൾ നമുക്ക് കാണാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതാണ് ഈ മരം, പുല്ല്, വൈക്കോൽ എന്ന് പറയുന്നത്. പൊന്ന് വെള്ളി വിലയേറിയ കല്ല്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള പ്രതിഫലവും അതിലുള്ള ദൈവം തരുന്ന പ്രതിഫലമാണ്. അത് നമ്മൾ കർത്താവിന്റെ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിന്റെ മുമ്പിൽ നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേര് വിളിച്ച് നമ്മളെ ആശ്ലേഷിച്ച് നമുക്ക് ദൈവം, പോൾ പറയുന്നത് എനിക്ക് നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കാര്യം നിത്യ തേജസ്സിന്റെ കനം ഓർത്താൽ, അതുപോലുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ പോവുക. നമ്മുടെ രക്ഷയെ ഇനി തടയാൻ കഴിയത്തില്ല. നമ്മുടെ അനുഗ്രഹമെങ്കിലും തടയാൻ വേണ്ടിയിട്ടാണ് സാത്താൻ ഈ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാകല്ല. അറിവില്ല എന്നുണ്ടെങ്കിൽ അതിനെ ചോദിച്ചു മനസ്സിലാക്കണം. ഇതുപോലുള്ള സെഷൻസിലൊക്കെ ചോദിക്കാം. അപ്പം അതിന് അല്ലാതെ ഒരു തീരുമാനം നിങ്ങൾ അങ്ങ് എടുക്കരുത്. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമാകും. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുക. ഇതുപോലുള്ള ഒത്തിരി ഉപദേഷ്ടാക്കന്മാരിറങ്ങി പല കാര്യങ്ങളും പഠിപ്പിക്കും. ദൈവവചനം അങ്ങനെ തന്നെയോ എന്ന് അനുദിനം ചിന്തിക്കണം. അനുദിനം ശോധന ചെയ്യുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 4-ാമത്തെ അധ്യായം ഞാൻ അതിന്റെ ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച് നമുക്ക് ആ ചിന്തകളിലേക്ക് വരാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘു കാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഞങ്ങളെ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത് ആത്മീക അഹംഭാവത്തോടിരിക്കുന്ന, ഡിവൈഡഡ് ആയിരിക്കുന്ന, മാനുഷിക മേധാവിത്വത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു സഭയെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അവരോടാണ്
പോൾ ഈ സംസാരിക്കുന്നത്. ഡിവൈഡഡ് ആയിരിക്കുക, പല ഗ്രൂപ്പുകളായിട്ട് ഇന്റർണലി ഡിവൈഡഡ് ആയിരിക്കുക, ആത്മീക അഹംഭാവത്തോടിരിക്കുക. മാനുഷിക മേധാവിത്വമാണ് അവരുടെ. ഞങ്ങൾ പോളിന്റെ ആൾക്കാർ, ഞങ്ങൾ അപ്പല്ലോസിന്റെ ആൾക്കാർ, ഞങ്ങൾ കേഫാവിന്റെ മറ്റേ കുറെ പേര്, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ആൾക്കാർ. അങ്ങനെ ഡിവൈഡഡ് ആയിരിക്കുന്ന ഒരു ചർച്ചിനെയാണ് പോൾ ഈ അഡ്രസ് ചെയ്യുന്നത്. അവർക്ക് സ്പിരിച്വൽ സെലിബ്രിറ്റീസ് ആണ് ദൈവത്തെക്കാൾ കൂടുതൽ താല്പര്യം. ദൈവ വചനത്തിന്റെ ആഴങ്ങളോ അതിന്റെ മർമ്മങ്ങളോ ഒന്നും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. സ്പിരിച്വൽ സെലിബ്രിറ്റീസ്, ഞങ്ങൾ ഇന്ന സെലിബ്രിറ്റിയുടെ ആളാണ്, ഞങ്ങൾ ഇന്ന സെലിബ്രിറ്റിയുടെ ആളാണ് എന്നുള്ള നിലയിൽ അങ്ങനെ ഡിവൈഡഡ് ആയിരിക്കുകയാണ്. ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരെന്ന്. 1-ാം വാക്യത്തിൽ നമ്മളിവിടെ വായിച്ചു കേട്ടത് ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവിടെ പറയുകയാണ്, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാർ, ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ എന്ന് ഓരോരുത്തൻ കരുതിക്കൊള്ളട്ടെ. ദൈവം ഞങ്ങളെ സ്വർഗീയ മർമ്മങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുക, ഞങ്ങളിൽ കൂടി അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങളത് ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാണ് ഞങ്ങളെ ആ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. നമുക്കറിയാം, സ്വർഗീയ മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുന്നമ്പേ നിയമിച്ചതും പക്ഷെ മറഞ്ഞിരുന്നതുമായ ദൈവിക ജ്ഞാനം, അതാണ് മർമ്മം എന്ന് പറയുന്നത്. ഇവിടെ മിസ്റ്ററി, മർമ്മമായ സഭ എന്നൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. എന്താണ് ഈ മർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർമാണിയല്ല, അത് മർമ്മമാണ്, മറഞ്ഞിരുന്ന ഒരു ദൈവിക സത്യമാണ്. അതിന് ദൈവം ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട് നമുക്ക് വേണ്ടി ദൈവം മുൻ നിയമിച്ചതും അത് മറഞ്ഞിരുന്നതുമായ ദൈവിക ജ്ഞാനമാണ്. അത് ഞങ്ങളിൽ കൂടി ദൈവസഭയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അതിൻ്റെ ഗ്രഹവിചാരകന്മാര്, സ്റ്റിവാർഡ്സ് ആണെന്ന് പറയുക. ഞങ്ങളെ നിങ്ങൾ അങ്ങനെ കരുതണം. അതായത് ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായിട്ടും ഈ ദൈവിക മർമ്മങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഈ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്ന് ഓരോരുത്തൻ ഞങ്ങളെ കുറിച്ച് എണ്ണിക്കൊള്ളട്ടെ. ഇത് ഒരിക്കൽ ദൈവസഭയ്ക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മിലേക്ക് വരികയാണ്. പിന്നെ അത് പോളിന്റെ മാത്രം ഡ്യൂട്ടി അല്ല, അല്ലെങ്കിൽ ആ കാലത്ത് ഏൽപ്പിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെ മാത്രം ഡ്യൂട്ടി അല്ല, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇന്നൊരു സഭാ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സഭയിലെ മൂപ്പൻ, ഒരു ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഈ മർമ്മത്തെക്കുറിച്ച് നല്ല വ്യക്തത ഉണ്ടായിരിക്കണം. അദ്ദേഹം ഈ മർമ്മത്തിന്റെ ഗ്രഹവിചാരകനായിരിക്കണം. അതിനുവേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കാൻ തക്കവണ്ണം ഒരു സ്റ്റിവാർഡ്ഷിപ്പ്, ആ ഒരു സ്റ്റിവാർഡായിട്ട്, ഒരു ഗ്രഹവിചാരകനായിട്ട് അദ്ദേഹം ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് നമുക്ക് എത്ര പേർക്ക്, നിങ്ങൾക്കറിയാവുന്ന എത്ര സഭാ നേതാക്കന്മാർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന മറ്റു സഭകളിലെ ആൾക്കാരെ ഒന്ന് നോക്കിക്കാട്ട് ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ, കമ്പാരിസൺ അല്ല, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ എത്ര പേർക്ക് ഈ മർമ്മങ്ങളെ കുറിച്ച് അറിയാം. ഞാൻ ഇത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ, മർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുക, എന്താ ഇദ്ദേഹം പറയുന്നത്, എന്ത് മർമ്മമാണെന്നാ ചോദിക്കുന്നത്, എന്ത് മർമ്മത്തെ കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരിക്കും. ഒരു എൻസൈക്ലോപീഡിയ മാതിരി അതിനെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരിക്കണം ഈ ശുശ്രൂഷകന്മാർക്ക്. അതുപോലെ തന്നെ അതിന്റെ ഗ്രഹവിചാരകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും പറയാൻ അതിന്റെ കാവൽക്കാരായിട്ട്, അതിൽ വേറൊരാൾ അതിനെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നതിന് ഇടയായി തീരാതെ അതിനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ സ്റ്റീവാർഡ്സ് ആയിട്ട്, അതിന്റെ ഗ്രഹവിചാരകന്മാരായിട്ട് അവർ മുന്നിലുണ്ടായിരിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ എന്നിങ്ങനെ എണ്ണിക്കൊള്ളട്ടെ. ഈ മർമ്മങ്ങൾ മുഴുവൻ ഇന്ന് കിങ്ഡം ഗോസ്പലിൽ കലർത്തി ഒരു മിക്സ് ഗോസ്പൽ ഉണ്ടാക്കിയിരിക്കുക. ഒരു ഗ്രഹവിചാരകത്വവും ഉത്തരവാദിത്വം ഇല്ലാത്തവരായി തീർന്നിരിക്കുക. ഇന്നത്തെ ഓരോരുത്തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പരിപൂർണ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? 2-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ കുറിച്ച് പറഞ്ഞ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. നമ്മൾ പരിപൂർണമായിട്ട് അതിൽ വിശ്വസ്തന്മാരായിരിക്കണം. ദൈവത്തിന് നമ്മളെ വിശ്വസ്തനെന്ന് എണ്ണാൻ കഴിയണം. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന മർമ്മം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, ദൈവിക ജ്ഞാനമാണ്. ഉലകം സൃഷ്ടിച്ചപ്പോൾ മുതൽ മറച്ചു വെച്ചിരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ആ കാലഘട്ടത്തിൽ പോളിനെ വിളിച്ചത് പോളിനെ കാണിച്ചു കൊടുത്ത് പോളിൽ കൂടി ലോകത്തെ അറിയിക്കുക. അതിന്ന് നമുക്ക് വെളിപ്പെട്ട് ലഭിച്ചിരിക്കുക. നമ്മൾ അതിന്റെ ഗ്രഹവിചാരകന്മാരായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ABCD അറിയാത്തവരായിട്ട് നടക്കണമെന്നല്ല. അതിന്റെ ഏത് കാര്യം ചോദിച്ചാലും അതിനെ നെഞ്ചോട് ചേർത്ത്
പൂർണ്ണ ധൈര്യത്തോട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കതിൽ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം, നമുക്കതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. മിസ്റ്ററിയെ കുറിച്ച് മാത്രം പല എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് എൽദോ ബ്രദർ ഒരു നല്ല എപ്പിസോഡ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അനേക മിസ്റ്ററികളെ കുറിച്ച്. ഞാനൊരു ചെറിയ ഇതൊന്ന് കാണിക്കാം, നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട്. ചില മിസ്റ്ററികളെ കുറിച്ച്, മിസ്റ്ററീസ് ഗാഡ് റിവീൽഡ് ത്രൂ അപ്പോസ്റ്റൽ പോളിൽ കൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ആത്മീക മർമ്മങ്ങളായത്. മിസ്റ്ററീസ് ഓഫ് ദ ഗോസ്പൽ, നമുക്ക് മറന്നിരുന്ന സ്വർഗീയ സുവിശേഷം എന്താണെന്നുള്ളത് റോമാലേഖനം 16-25 വാക്യത്തിൽ പറയുന്നു. അതുപോലെ മിസ്റ്ററി ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ മിസ്റ്ററി, മറഞ്ഞിരുന്ന മർമ്മം എന്താണെന്ന് ഇതിൽ പറഞ്ഞിരിക്കുക. നിറയെ റെഫറൻസുകളുണ്ട്. ഞാൻ ഒരെണ്ണം മാത്രമേ അതിൽ കുറിച്ചിട്ടുള്ളൂ. മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മർമ്മം. യേശു ക്രിസ്തു എന്ന് പറയുന്ന മർമ്മം എന്താണ്? ഉലകത്തിൽ അവതരിച്ചു, അവൻ ജഡത്തിൽ അവതരിച്ചു എന്ന് പറയുന്ന മർമ്മം എന്താണ്? ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, കർത്താവ് നമ്മുടെ ഉള്ളിൽ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു, പരിശുദ്ധ ആത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1:26-27. എന്താണ് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി? ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗം, അതെന്തായിരുന്നു? മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു. ഇസ്രായേൽസ് ബ്ലൈൻഡ്നെസ്, കുറെ നാളത്തേക്ക് ദൈവം ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു. അവരുടെ അന്ധത, അവരുടെ ബ്ലൈൻഡ്നെസ്, റോമാലേഖനം 11:25 പറയുന്ന, സഹോദരന്മാരെ, നിങ്ങൾ ഈ സത്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ബ്ലൈൻഡ്നെസ്. റാപ്ചറിനെ കുറിച്ചുള്ള മർമ്മം, റാപ്ചർ, ചേഞ്ച് ഓഫ് ദ സെയിൻസ്, നമ്മൾ ഇവിടുന്ന് രൂപാന്തരം പ്രാപിക്കുന്നതിനെ കുറിച്ച് 1 കൊരിന്ത്യർ 15:51. ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എഫേസ്യ ലേഖനം 5:32 പറയുന്നു. മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിന്റെ മർമ്മം 2 തെസ്സലോനിക്കർ 2:7. ഇതുപോലെ നിറയെ മർമ്മങ്ങൾ പോളിൽ കൂടി ദൈവസഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. നിങ്ങൾ അതിന്റെ ഗ്രഹവിചാരകന്മാരായിരിക്കണം, നിങ്ങൾ അതിൽ വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ഇതിൽ കൂടി ഓർപ്പിക്കുക. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഞങ്ങളോ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. രണ്ടാമത്തെ വാക്യം, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തന്മാരായിരിക്കണമെന്നത്രേ. നമ്മൾ വിശ്വസ്തന്മാരായിരിക്കണം. ഇവിടെ വിശ്വസ്തരായിരിക്കണം എന്ന് പറയുന്നത് ദൈവം ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. പ്രവാചകന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയത് 5 മേജർ പ്രോഫറ്റും 12 മൈനർ പ്രോഫറ്റും, അവരെല്ലാം വിശ്വസ്തന്മാരായിരുന്നു. ദൈവത്തിന്റെ നാവായിട്ട് ദൈവിക ആലോചന ലോകത്തെ അറിയിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവരെല്ലാം ചെയ്തിട്ടുണ്ട്. പല കഷ്ടങ്ങളിൽ കൂടി ജെറമ്യാവൊക്കെ കടന്നുപോയ കഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം തോന്നും. അതുപോലുള്ള കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഏതെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അവർ വിശ്വസ്തന്മാരായി നിന്നിട്ടുണ്ട്. മോശയെ ദൈവം വിളിച്ചു, വിശ്വസ്തനായിട്ട് അവസാനം വരെ നിന്ന് തന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാനിടയായി. പൗലോസ് അപ്പോസ്തലനെ വിളിച്ചു. പോൾ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളോടടുത്ത് പറയുന്ന ഒരു റെഫറൻസ് ഒന്ന് കാണിക്കാം. 20:24 അപ്പോസ്തല പ്രവൃത്തികൾ 20:24 പോളിനെ വിളിച്ചതിനെ കുറിച്ച് പോൾ പറയുന്ന ഒരു റെഫറൻസ് ഇതാണ്. അവിടെ പറയുന്നത് കണ്ടോ, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്, എന്തിന്? ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്, കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. അന്ത്യം വരെ വിശ്വസ്തനായിട്ട് നിന്നു. കൈസർ തൻ്റെ കഴുത്തിൽ വാള് വയ്ക്കുവാൻ കൽപ്പന ഇടുന്നത് വരെ, ആ വാള് വയ്ക്കുന്ന നേരത്തിലും ഇടത്തും വലത്തും ലൂക്കോസും തിമത്തിയോസും കൂടെ ചേർന്ന് തന്നെ നടത്തി ആ കുലമരത്തിലേക്ക് നടക്കുന്ന ആ സമയം വരെയും താൻ വിശ്വസ്തനാ കർത്താവിന് വേണ്ടി. നാം അങ്ങനെ നിൽക്കണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറയുക. നമ്മൾ വിശ്വസ്തന്മാരായിരിക്കണം. ഫെയ്ത്ത്ഫുൾ സെർവന്റ്. പ്രശ്നം വരുമ്പോൾ വിട്ടേച്ച് ഓടിപ്പോകുന്നവരല്ല ഫെയ്ത്ത്ഫുൾ സെർവന്റ്. കുറെ നാൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെയല്ല, മാലപ്പടക്കം മാതിരി വന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ കാണിച്ചു, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ആളിനെ കാണാനില്ല. അതല്ല വിശ്വസ്ത സേവനം എന്ന് പറയുന്നത്. മരണപര്യന്തം, കർത്താവിന്റെ വരവ് വരെ. മനസ്സിലായോ? അവര് വിശ്വസ്തരായിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ദൈവം എങ്ങനെ ഒരാൾ ഫെയ്ത്ത്ഫുൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നതെന്നറിയാമോ? അവന്റെ പോപ്പുലാരിറ്റി വെച്ചിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചർച്ചിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ അവൻ മരണപര്യന്തം ആ ഒരു ഉത്തരവാദിത്വമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നാ ദൈവം നോക്കുന്നത്. ഒന്നേച്ച് വിട്ടേച്ചു പോവുകയല്ല.
അല്ലെങ്കിൽ വന്നിട്ട് റൂട്ട് മാറി പോകുന്നവരെ അല്ല, പാതി വഴിയിൽ വിട്ടേച്ച് പോകുന്നവനോ ഉപദേശം മാറി പോകുന്നവനോ അല്ല വിശ്വസ്തൻ എന്ന് പറയുന്നത്. ബി എ ഫെയ്ത്ത്ഫുൾ സെർവന്റ്. അന്ത്യം വരെ, നമ്മുടെ ജീവകാലത്ത് തന്നെ കർത്താവ് വരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അന്ത്യം വരെ വിശ്വസ്തനായിട്ട് നിൽക്കുവാൻ, വിളിച്ച വിളിക്ക് യോഗ്യമായി വണ്ണം ജീവിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. മൂന്നാമത്തെ വാക്യം തിരിച്ച് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. നമ്മൾ വിശ്വസ്തന്മാരായിരിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. രണ്ടാം വാക്യം ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണമെന്ന് തന്നെ. മൂന്നാം വാക്യം, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. അപ്പോൾ മനുഷ്യരുടെ പ്രശംസയിലോ ജഡ്ജ്മെന്റിലോ ആശ്രയിക്കുന്നില്ല എന്ന് പറയുക. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ ഡോണ്ട് കെയർ, ഞാൻ അതിനെക്കുറിച്ച് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, അതിൽ ഞാൻ വിഷമിക്കുന്നുമില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ വളരെ ക്ലിയറാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഈ ഒരു വാക്യത്തിൽ ഞാൻ വളരെ ക്ലിയർ. പോൾ മനുഷ്യരുടെ പ്രശംസയിലോ ജഡ്ജ്മെന്റിലോ ആശ്രയിച്ചിരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് എന്നെക്കുറിച്ച്, എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല. അനേക രീതിയിൽ, പല രീതിയിൽ ആൾക്കാർ നമുക്കെതിരായിട്ടും നമ്മൾ പറയുന്ന സുവിശേഷത്തിനെതിരായിട്ടും ആൾക്കാർ തിരിയുന്നുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതെന്നെ ഒരു ശകലം പോലും ഏശത്തിൽ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഡോണ്ട് ബോദർ ദാറ്റ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതല്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മോശയെ ഏൽപ്പിക്കാൻ ഒരു ശുശ്രൂഷയാണ്, അബ്രഹാമിനെ ഏൽപ്പിക്കാൻ ഒരു ശുശ്രൂഷയാണ്. അത് കർത്താവിന്റെ വരവ് വരെ എന്തെല്ലാം വിലങ്ങ് തടികൾ അതിന് എതിരെ നിന്നാലും അന്ത്യം വരെ വിശ്വസ്തനായിട്ട് ഓടുക എന്നൊരു ശുശ്രൂഷയാണ്. അതിനിടയിൽ കൂടി എന്തെല്ലാം കുറുക വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഐ ജസ്റ്റ് ഡോണ്ട് ബോദർ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ അതിനെ കാണണം എന്ന് പോൾ ഈ വചനത്തിൽ കൂടെ പറയുക. നിങ്ങൾ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർ നേതാക്കന്മാരുടെ വേൾഡ്ലി സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ മാനിച്ചിരുന്നു. എന്നാൽ മനുഷ്യരല്ല, ദൈവമാണ് ശുശ്രൂഷകന്മാരെ വിധിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ എന്താണ്, നമ്മൾ ഏത് ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്ന് വിധിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് അതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ ഭാരപ്പെടരുത് എന്ന് ഓർപ്പിക്കുക. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നു. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ഇവിടെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ അറിവിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരത്തില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു തെറ്റും വരുന്നില്ലെങ്കിലും എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാണോ ഞാൻ എന്നെ നീതിമാനായിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിൻ പ്രകാരം അല്ല എന്നെ അളക്കേണ്ടുന്നത്. ദൈവമാ ഞാൻ നീതിമാനാണോ, ഒരുത്തൻ നീതിമാനാണോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ ഒരു തെറ്റും എനിക്ക് ഓർമ്മ വരുന്നില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരുന്നില്ല, എന്നെ വിധിക്കുന്നത് ദൈവമാണ് എന്ന് പറയുക. അടുത്ത വാക്യം, 5-ാം വാക്യം, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തി തരും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടതായിട്ട് വരും. ഒരു നാൾ അവന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം നിൽക്കേണ്ടെന്ന് വരും. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതൊക്കെ അന്ന് വെളിപ്പെട്ട് വരും. ചെയ്തതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. 6-ാം വാക്യം, 6-ാം വാക്യത്തിൽ പറയുകയാണ്, 6-ാം വാക്യം അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടതിനും ആരും ഒരുത്തന് അനുകൂലമായും മറ്റൊരുത്തന് പ്രതികൂലമായും ചേർത്ത് പോകാതിരിക്കേണ്ടതിനും തന്നെ. ഇത് ഈ വാക്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളോ വലിയ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നുമില്ല. വളരെ സിമ്പിൾ കാര്യങ്ങൾ തന്നെയാണ്. ഞാനൊന്ന് വായിച്ചങ്ങ് വിടുക. അവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 6-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ മേലെ പറഞ്ഞിരിക്കുന്നത് എന്നെയും അപ്പല്ലോസിനെയും ദൃഷ്ടാന്തമാക്കിക്കൊണ്ട. കാര്യം ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളാണല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പല്ലോസിന്റെ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് പറയുക, ഞങ്ങൾ ഇതിന് യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഞങ്ങൾ ഒരുത്തിന് അനുകൂലമായിട്ടും മറ്റൊരുത്തിന് പ്രതികൂലവുമായിട്ടും തിരിഞ്ഞ് ആവശ്യമില്ലാതെ ആവശ്യത്തിന് മേലെ ഭാവിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രത്യേകതയുമില്ല. അതുകൊണ്ട്
ഭാവിക്കേണ്ടതിന് മേലെ ഭാവിച്ചുയരുവാൻ ഇടയാകാതെ ഞങ്ങളെ യാതൊരു വിധത്തിലും ഒരു പ്രത്യേകതയും ഞങ്ങൾക്കില്ല. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെ ഉദ്ദേശിച്ച് പറയുന്നത്. കാര്യം ഞങ്ങളുടെ പേരിൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുക. ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടു പഠിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരു പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുക. സിമ്പിൾ കാര്യങ്ങളാണ്, ഒത്തിരി കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറഞ്ഞു പോവുകയാണ്. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന് പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് യാതൊരു വിശേഷതയും ഇതില്ല. നിങ്ങൾക്ക് എന്താണ് കർത്താവിനെ കൂടാതെ ലഭിച്ചത്? ലഭിച്ചതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നതാ. യു ഹാവ് നത്തിങ് ടു ബോസ്റ്റ് അബൌട്ട്. ബോസ്റ്റിംഗ് ഈസ് ഫൂളിഷ്നെസ് എന്ന് പറയാ. നിങ്ങള് മൂഢത്തരമാണ് നിങ്ങളെ തന്നെ ഉയർത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഷിക ജ്ഞാനത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നത്. കൃപയുടെ സുവിശേഷത്തിൽ ഒരു മനുഷ്യനും ഒരു വിധത്തിലും പുകഴാനില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുക. 8-ാം വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുക. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഈ സർക്കാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസപരമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വ്യംഗ്യാത്മകമായ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ്. അതായത് പരിഹാസപരമായിട്ട് അതിനെ ഒന്ന് എടുത്തു പറയുന്നതിനാണ് സർക്കാസിസം അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് പറയാന്ന് പറയുന്നത്. അങ്ങനെ പോൾ അവരെ ഒന്ന് പരിഹസിക്കുന്ന രീതിയിലാണ് ഈ വാക്യം പറയുന്നത്. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, നിന്നിപ്പിൽ നിങ്ങൾക്ക് ഭയങ്കര സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരുമായി. അയ്യോ, നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുക. ഇവിടെ എല്ലാം പറയുന്നത് കർത്താവിനെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കൊന്നിലും പുകഴുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. 9-ാമത്തെ വാക്യം പറയുന്നുണ്ടോ, ഞങ്ങൾ ശരിക്കും എന്താ പറയുന്നത്, കൂത്തുകാഴ്ചയായി തീർന്നവരെ പോലെ ആയിരിക്കുക. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരാ. കഷ്ടതയിലും പട്ടിണിയിലും യാതനാ സ്ഥലത്തെ ഒരു അവസ്ഥയിലെന്ന പോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിന്റെ ദൈവം സാത്താന, ഈ ലോകത്തിന്റെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ കഷ്ടതയും പ്രയാസവും പട്ടിണിയും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകും. ഇവിടെ ലോകത്തിനും ദൂതന്മാർക്കും കൂത്തുകാഴ്ചയായിട്ട് തീർന്നിരിക്കുന്ന പോലെ ഓരോ ദിവസവും ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത വാക്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. 10-11. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കഷ്ടതയുടെ കയ്പുകാടി കുടിക്കുക. ഇത് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഒരു സമയമല്ല. കഷ്ടപ്പാടിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും ഞങ്ങൾ കടന്നു പോവുക. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു അനുഭവമോ നമ്മളിന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള സഭകളിലൊക്കെ കാണാം. ഭയങ്കര അനുഗ്രഹത്തിന്റെ കാലഘട്ടമായിട്ടാണ് അവർ ഇതിനെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. അനുഗ്രഹം, പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എടുത്ത് വായിച്ച് ജനത്തെ അങ്ങനെ ഉത്സാഹിപ്പിക്കുന്ന കാണാറുണ്ട്. 28-ാമത്തെ അധ്യായം ഇത് കണ്ടില്ലയോ? ഞാൻ പെട്ടെന്ന് ഈ ഭാഗം പറഞ്ഞു മാറാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളിലും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കൊഴിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ വായിച്ചു നോക്കാം. 14 വരെ അനുഗ്രഹത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു പരമ്പര. ഇത് ദൈവം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന കാര്യമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് 14 വരെ അനുഗ്രഹമാണ്. മോശയുടെ ന്യായപ്രമാണം നിങ്ങൾ പാലിക്കണം. പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഈ നിലയിൽ ഞാൻ അനുഗ്രഹിക്കുമെന്ന് കർത്താവിന്റെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഈ അനുഗ്രഹം അവരോട് പറഞ്ഞിരിക്കുന്നത്. അതിന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ചർച്ച കിടന്ന് ചാടി തുള്ളി ബഹളം വെച്ച് അതും ഇതും പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. മൂഢത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂഢത്തരമാണ്. നിങ്ങളെ തന്നെ മൂഢനാക്കുക. കേട്ടുകൊണ്ട് അതിന്റെ പുറകെ കൈയടിച്ച് തുള്ളിച്ചാടുന്നത് നിങ്ങൾ വെറും മൂഢന്മാരായി പോവുക.
ഇത് നിങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നതേ അല്ല. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അവരങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉലകം മുഴുവൻ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഞാൻ ഓടിക്കുമെന്ന് പറയുക. ഇതിന്റെ 15-ാമത്തെ വാക്യം നോക്കിയേ, 15-ാമത്തെ വാക്യം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടു, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ, ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് ഫോളോവിങ്, ഈ ശാപമൊക്കെയും നിനക്ക് ഭവിക്കും. പിന്നെ ഒരു ശാപത്തിന്റെ ലിസ്റ്റാ. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, വയലിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, നിന്റെ കോട്ടയും മാവ് കുഴയ്ക്കുന്ന തോട്ടയും ശപിക്കപ്പെട്ടിരിക്കും, നിന്റെ ഗർഭഫലം, കൃഷിഫലം, കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. മനസ്സിലായോ? ഇതിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒരു 64-65, ഞാനതൊന്ന് അതോടൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 64-65 ഇത് കണ്ടോ? ആ തുടർന്ന് പറഞ്ഞു പോവുക. അവിടെ പറയുക, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. ചിതറിച്ചു. കല്ലിന്മേൽ ശേഷിക്കാത്ത നിലയിൽ കംപ്ലീറ്റ് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് ഉലകം മുഴുവൻ ചിതറിപ്പോയി. കാര്യം ദൈവിക ന്യായപ്രമാണം അവരനുസരിച്ചില്ല. ഇന്നും ചിതറി കിടക്കുക. ദൈവം അവരെ കൂട്ടിച്ചേർക്കും. 30% ഇന്നും ഇസ്രായേലിലുള്ളൂ. 70% ഇന്നും അമേരിക്ക മുതൽ അങ്ങ് ന്യൂസിലാൻഡ് വരെ ചിതറിക്കിടക്കുക. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നിങ്ങൾ സേവിക്കും. അവിടെ പോയി അങ്ങനെ സേവിച്ചു, അന്യദേവന്മാരുടെ പുറകെ പോയി. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. ഇതെല്ലാം യഹൂദനോട് പറഞ്ഞിരിക്കുന്നു. ഇതിനകത്തിലെ ഗുഡി പാർട്ട് മാത്രം എടുത്ത് വായിച്ച് കേൾപ്പിച്ച് ചർച്ചയിൽ കിടന്ന ആൾക്കാരെ അനുഗ്രഹിച്ചിരിക്കുന്ന കാലമല്ല ഇത്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാലമല്ല. ഇവിടെ അനുഗ്രഹങ്ങളുടെ ഒരു കാലഘട്ടമേ അല്ല ഇത്. നമ്മളിന്നായിരിക്കുന്നത് മഹത്തായ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൃപായുഗത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുക. ഇവിടെ ജീവിക്കുന്നത് തന്നെ അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ആ നിലയിലാണ് നമ്മുടെ കാര്യങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഞങ്ങൾ ഉപജീവനം കഴിക്കുക, ഉപദ്രവിക്കുന്നവരോട് പ്രതികരിക്കാതെ അവരെ അനുഗ്രഹിക്കുക. ഒരു ശരിയായ ദൈവദാസൻ ഇതുപോലെ ലോകത്തിലെ സകല കഷ്ടവും സഹിക്കാൻ സന്നദ്ധനായിരിക്കണം. മനസ്സ് വേണം, ആത്മീക പക്വത ഉണ്ടായിരിക്കണം. ഇവിടെ മഞ്ഞു പെയ്യുന്ന രാജ്യത്തിലേക്ക് പ്രാർത്ഥിച്ചയക്കുന്ന ആൾക്കാരായിട്ട് തീരാതെ, അങ്ങോട്ട് പോകാനും മഞ്ഞു പെയ്യുന്ന ദേശത്തു നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരുമായിട്ട് നിൽക്കാതെ, പ്രയാസങ്ങൾ വരുമ്പോൾ സത്യത്തിൽ എന്താണ് നമ്മൾ ഏതൊരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സഭയെ നയിക്കാനും മുന്നോട്ട് നടത്താനും കഴിവുള്ളവരായിരിക്കണം എന്ന് പറയുക. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിന്റെ അഴുക്കായും തീർന്നിരിക്കുന്നു. നിങ്ങളെ നാണിപ്പാനല്ല, എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നത്. നിങ്ങൾക്ക് ഒരു ലജ്ജ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. നിങ്ങളെ സ്വന്തം മക്കളെ പോലെന്ന പോലെ നമ്മൾ പറയുകയാണ്. സ്നേഹത്താൽ നിങ്ങളൊരു ക്രമീകരണം പ്രാപിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുക. കാര്യം നിങ്ങളെ മെടഞ്ഞത്, നിങ്ങളെ ആത്മാവിൽ ജനിപ്പിച്ചത് ഞങ്ങളാ. എൻ്റെ മോനോട് എനിക്കിപ്പോൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ യാതൊരു ഔപചാരികതയുടെയും ആവശ്യമില്ല. എടാ, പപ്പ പഠിച്ച കാലത്ത് ഇതുപോലായിരുന്നു, പപ്പയ്ക്ക് ഇന്ന പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്, ഞാൻ പഠിച്ച കാലത്ത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോയെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ തലേ കൈവെക്കാറുണ്ട്. പക്ഷെ ഞാൻ അവനോട് പറയുന്നത്, മനസ്സിലായോ, എൻ്റെ മകൻ എന്നുള്ള ഒരു ബന്ധത്തിലാണ് ഞാൻ അവനോട് സംസാരിക്കുന്നത്. എന്നുപോലെ പോൾ പറയുക, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല, ഉള്ള സത്യം സ്വന്തം മക്കളോടെന്ന പോലെ ബുദ്ധി പറയുക, സ്നേഹത്താൽ ക്രമീകരണം പ്രാപിക്കുവാനായിട്ട്. നിങ്ങളെ നാണിപ്പാനല്ല, എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് ഞാനാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്. നമുക്കറിയാം, എക്യുമെനിക്കൽ ചർച്ചുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിതാക്കന്മാരെ കാണാം. പിതാവ്, ഫാദർ, അച്ഛനെ കാണാം. ഈ അച്ഛൻ എന്ന് വിളിക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് വിശ്വസിക്കുന്നത് ഒരു കുഞ്ഞ് മാമോദീസ ഏൽക്കുമ്പോഴാണ് അവൻ ആത്മീകമായിട്ട് ജനിക്കുന്നതെന്നാണ്. അങ്ങനെ അവനെ ആത്മീകമായി ജനിപ്പിച്ചത് ഈ അച്ഛനാ.
അതുകൊണ്ടാണ് അവനെ അച്ഛൻ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അച്ഛൻ അല്ലെന്നുണ്ടെങ്കിൽ ഫാദർ എന്ന് വിളിക്കാൻ കാര്യം. ഒരു ചർച്ചിലെ ഫാദർ എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ ആത്മീയമായിട്ട് ജനിപ്പിച്ചത് ആ അച്ഛനാണ്. അവന്റെ നിറകയിൽ പരിശുദ്ധാത്മാവിന്റെ മൂറോനൊക്കെ തളിച്ചവനെ വെള്ളത്തിൽ മുക്കി ജനിപ്പിക്കുന്നത് അച്ഛനായതുകൊണ്ടാണ് എക്യുമെനിക്കൽ ചർച്ചുകൾ ആ ഒരു പ്രാക്ടീസ് പിന്തുടരുന്നത്. എന്നാൽ പോൾ ഇവിടെ പറയുക, പലരും നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ സുവിശേഷം കേട്ടവര് വളരെ ഉത്തരവാദിത്വത്തോടെ അത് ഏറ്റെടുത്ത് ശുശ്രൂഷിച്ചവർ അനേകരുണ്ട്. എനിക്ക് നിങ്ങളെ കുറിച്ച് അവരെക്കാൾ ഏറെ വിചാരമുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ജനിപ്പിച്ചത് ഞാൻ അടിസ്ഥാനമിട്ട സഭയാ, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയ ദൈവജനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടെ കടന്ന്, അല്പം കൂടെ നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാകുന്ന രീതിയിലാണെങ്കിൽ ഞാനുള്ള പരമാർത്ഥം നിങ്ങളോട് പറയുക. എൻ്റെ പേരിലോ അപ്പല്ലോസിന്റെ പേരിലോ കേഫാവിന്റെ പേരിലോ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പേരിലോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. നിങ്ങൾ അത് ചെയ്യരുത്. അവർക്ക് ആർക്കും തന്നെ ഇതിലൊരു പങ്കുമില്ല എന്ന് പറയുക. ആകയാൽ എൻ്റെ അനുകാരികളാകുവേൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്നെ പിന്തുടരാൻ പറയുക. എനിക്ക് അതിൻ്റെ അപ്പുറത്തൊന്നും കാണിക്കാനില്ല. ഞാൻ യേശു ക്രിസ്തുവിനെ പിൻചെല്ലുന്നു. നിങ്ങൾ എന്നെ പിൻചെന്നാൽ കറക്റ്റ് റൂട്ടില. നിങ്ങൾ യേശു ക്രിസ്തുവിനെ പിൻചെല്ലും. ഒത്തിരിയും പറയാതെ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുക. എന്നെ അങ്ങ് ഫോളോ ചെയ്യും. ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ എന്നെ ഫോളോ ചെയ്യാൻ പറയുക. ഫോളോ പോൾ ഈസ് ഫോളോവിങ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നമ്മൾ പോളിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അനേകർ നമ്മളെ ആക്ഷേപിക്കാറുണ്ട്. അവർ പോളിനെ ഫോളോ ചെയ്യുന്നവർ, അവർ പൗലോസിന്റെ പക്ഷക്കാര്, പൗലോസിനെ ഫോളോ ചെയ്യുന്നവർ എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കാറുണ്ട്. ഇന്ന് പൗലോസിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്ന് അതിന്റെ അർത്ഥം. കാര്യം അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, അത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് പോളിനെയാണ്. പോളിൽ കൂടിയാണ് ദൈവസഭ ഇന്ന് റിവീൽഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് പോളിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന ആ സ്വർഗീയ സത്യമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്ന അതിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ പോളിന്റെ ആരാധനക്കാരാണെന്നല്ല. ഒത്തിരി പേര് അങ്ങനെ ആക്ഷേപിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അടുത്ത വാക്യം കൂടെ വായിക്കാൻ നമ്മുടെ സമയം തീരുകയാണല്ലോ. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമത്തിയോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. തീമോത്തിയെ ഞാൻ അങ്ങോട്ട് അയക്കുക എന്ന് പറയും. ഇതാ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ, ഈ ലേഖനം എഴുതിയ കാര്യം പറഞ്ഞല്ലോ, ഒരു 4 അധ്യായം എഴുതി കഴിഞ്ഞപ്പോഴാണ് തിമോത്തിയെ അങ്ങോട്ട് അയക്കുന്നത്. ഇവിടെ തിമോത്തിയെ പറഞ്ഞയക്കുക. അവിടുത്തെ വിവരങ്ങൾ, കൊരിന്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വാസ്തവമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതുവരെ ക്ലോവയുടെ ആൾക്കാരാൽ കിട്ടിയ അഭിപ്രായവും കിട്ടിയ അറിവുമായിരുന്നു. ഞാൻ എൻ്റെ പ്രിയ മകൻ എന്ന് പറഞ്ഞു കാര്യം, ഞാൻ അവനെ ആത്മാവിൽ ജനിപ്പിച്ചിരിക്കുന്നത്. അവനെ, തിമത്തിയോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുക. അവൻ വന്നിട്ട് ഞാൻ എന്ത് നിങ്ങളോട് പറയണമോ അത് തന്നെ അവൻ നിങ്ങളോട് പറയും. എനിക്ക് എന്താ പറയുന്നത്, ഏക മനസ്സുള്ളവൻ, ഏക മാനസൻ എന്നൊക്കെ പോള് തിമത്തിയോസിനെ കുറിച്ച് പലയിടത്തും പറയാറുണ്ട്. നമ്മൾ ഒരാളെ അയക്കുമ്പോൾ, ഈ ഒരു കാര്യം പറയാൻ അയക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി അയക്കുന്നു ആ കാര്യം തന്നെ പറയുന്നവനായിരിക്കണം. അതാ വിശ്വസ്തൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് അയക്കാൻ പറ്റുന്ന ആളാണ് എൽദോ വർഗീസ്. ഞാൻ അദ്ദേഹത്തെ ഇന്നടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം ആദ്യത്തെ ഒരു 2 വർഷത്തോളം എനിക്ക് വരുന്ന ചോദ്യങ്ങൾ മുഴുവനും എൽദോ വർഗീസിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നത്. എൻ്റെ യൂട്യൂബിലുള്ള ചോദ്യങ്ങൾ വരുന്നതിന് മുഴുവനും മറുപടി കൊടുക്കുന്നത് അദ്ദേഹമാണ്. ഒട്ടുമുക്കാലും ഞാൻ കൊടുക്കും. എനിക്ക് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് ഞാനതിന് മറുപടി കൊടുക്കും. എന്നാൽ ഫോൺ കോളുകൾ വരുന്നത്, എനിക്ക് എല്ലാ ഫോണുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ മുഴുവനും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എൽദോ ബ്രദർ. കാര്യം ഞാൻ എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയാം. കാര്യം ഞങ്ങൾ വ്യാപരിക്കുന്നത് ഒരേ ആത്മാവ, പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങൾ ഐക്യമുള്ളവരാണ്. പോൾ ഇവിടെ പറയുന്നത്, ഞാൻ എന്തു പറയണമോ അത് പറയാൻ ഞാൻ തിമത്തിയോസിനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു പോലെ. ഇവിടുന്ന് നമ്മളൊരു കാര്യം പറയുന്നു, അവിടെ ചെന്നിട്ട് വേറൊരു കാര്യം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരാളിനെ നമുക്ക് അയക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളിനെ നമുക്ക് ദൈവവേലയ്ക്ക് കൂടെ ചേർക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ഗോസ്പലാണ്. അത് ഞാൻ കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തീമത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. ഈ പഠിച്ചതിൽ നിന്ന് ഇടം വലം പോയിട്ട് ഇതിലൊന്നും ചേർക്കരുത്, ഇതിലൊന്നും കൂട്ടു ചേർക്കരുത്. ഞാൻ എന്തു പറയണമെന്ന് ആഗ്രഹിക്കുന്നു അത് തിമത്തിയോസ് അറിയിക്കുമെന്ന് പറയുക.
എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചേർത്തിരിക്കുന്നു. ചിലർക്കൊരു ചിന്തയുണ്ട്, പോൾ ഇനിയും വരത്തില്ല, അദ്ദേഹം ഇവിടുന്ന് പോയി, ഇനിയും ഇങ്ങോട്ട് കാണത്തില്ല, അതുകൊണ്ട് നമുക്ക് എങ്ങനെയും ആകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പലരും ആയിരിക്കുന്നുണ്ട്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വരും. ചേർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ അടുത്ത വാക്കിൽ പറയാം, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്രയാകുന്നു. നിങ്ങൾക്ക് ഏത് വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യതയിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറയുക. ട്രൂ സ്പിരിച്വാലിറ്റി വെറും വാചകത്തിലല്ല, ഏതെങ്കിലും പ്രസംഗത്തിലല്ല, അല്ലെങ്കിൽ പ്രസംഗ കസരത്തിലല്ല. അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ തിരിച്ചറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ അവർക്ക് 2 ചോയ്സ് കൊടുക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ഞാൻ വളരെ ജെന്റിലായിട്ടൊരു വിസിറ്റ് നടത്തും, സമാധാനമായിട്ട് വന്നിട്ട് ഞാൻ തിരിച്ചു പോരും. ഇനി അതല്ല നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എനിക്ക് വടിയുമായിട്ട് വരേണ്ടതായിട്ട് വരും. ഇവിടെ പറയാണ്, ഞാൻ വടിയോടുകൂടിയോ സ്നേഹത്തിലും സൗമ്യഭാവത്തിലോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാൻ പറയുക. അങ്ങനെ പറഞ്ഞ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുക. 4-ാമത്തെ അധ്യായത്തിൽ കൂടെ നമ്മൾ പഠിച്ചത്, നാം എല്ലാവരും ഈ മർമ്മത്തിന്റെ ഗ്രഹവിചാരകന്മാരായിരിക്കണം, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായിരിക്കണം. ഫെയ്ത്ത്ഫുൾനെസ് ടു ദ ഗോഡ്സ്, അതായത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ റെവലേഷൻ അനുസരിച്ച് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമ്മളെ ദൈവം ആ ഫെയ്ത്ത്ഫുൾനെസ് അളക്കുന്നത് നമ്മുടെ ആ മനസ്സിലാക്കിയ റിവീൽഡ് ആയ സത്യത്തിലുള്ള നമ്മുടെ ആ ഉറപ്പും ആ ധൈര്യവും അതിൻ്റെ ആ ഒരു ഗ്രഹവിചാരകത്വവുമാണ്. അതിൻ്റെ അനുസരിച്ചാണ് ദൈവം നമ്മളെ വിശ്വസ്തനാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓൾ ബോസ്റ്റിംഗ്, എല്ലാ നിലയിലുമുള്ള പ്രശംസ മസ്റ്റ് ബി സ്റ്റോപ്ഡ്, ബിക്കോസ് എവറിത്തിങ് ഈസ് ഗിവൺ ബൈ ഗ്രേസ്. കർത്താവിന്റെ കൃപയാലാണ് നമുക്കത് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുക. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് റെയിനിങ് ലൈക്ക് കിങ്സ്. ഇന്ന് മറ്റുള്ളവരൊക്കെ പഠിപ്പിക്കുന്നവർ നമ്മൾ രാജാവിന്റെ മക്കളാണ്, രാജാക്കന്മാരാണ്. ഒരു രാജാവുമല്ല ഈ കാലഘട്ടത്തിൽ. ഇവിടുത്തെ അങ്ങനെ ഒരു വാഴ്ചയുടെ കാലഘട്ടമല്ല ഇത്. ഇവിടെ നമ്മൾ എൻഡ്യൂറിങ് ടിൽ ദ എൻഡ്, കർത്താവിന്റെ വരവ് വരെ നമ്മൾ ബന്ധപ്പെട്ട് കർത്താവിന് വേണ്ടി സേവ ചെയ്ത് ജീവിക്കുക. ദൈവിക അധികാരം വാചക കസരത്തിലല്ല, പ്രത്യുത എന്താ പറയുന്നത്, ദൈവിക വചനത്തിലും ആ ദൈവിക ഭക്തിയിലും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ശക്തിയും ആ അതോറിറ്റിയും പ്രാക്ടീസ് ചെയ്യുന്നതിലുമാണ്. ദൈവവചനത്തിലാണ് എന്ന് പറയുക. ഹല്ലേലൂയ. 4-ാമത്തെ അധ്യായം അധികം കട്ടിയായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന വിഷയങ്ങൾ തന്നെയായിരുന്നു. അത് ഭംഗിയായിട്ട് നിങ്ങളുടെ ഇടയിൽ ഡെലിവറി ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ, അവന്റെ ശുശ്രൂഷക്കാരായിട്ട് കർത്താവിന്റെ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായിരിക്കാൻ ദൈവം അന്ന് കൊരിന്തിലെ സഭയെ ബുദ്ധി ഉപദേശിച്ച പോലെ നമ്മളെ ഓരോരുത്തരെയും ബുദ്ധി ഉപദേശിക്കുകയാണ്. ആ മർമ്മങ്ങൾ നമ്മൾ അറിയുവാൻ, പഠിക്കുവാൻ, അതിന്റെ ഗ്രഹവിചാരകന്മാരായിരിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഈ പഠനത്തിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കും. ഏറ്റവും അനുഗ്രഹമായ ഒരു പഠനമാണ്. മറ്റുള്ളവരെ കൂടെ കൂട്ടി വരുത്തുവാൻ ഞാൻ ഇതിലൂടെ നിങ്ങളെ വിശേഷാൽ ഓർപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.